ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കോട്ടയം കുഞ്ഞച്ചന്റെ പാളിച്ചകൾ. കോട്ടയത്തെ മൂലക്കാട്ട് പിതാവ് പുറപ്പെടുവിച്ച കൽപ്പനയിലെ പിഴവുകള്, അബദ്ധങ്ങള്, അത് കുറച്ചുകൂടി വിശദീകരിക്കാമോ അച്ചോ എന്ന് ചോദിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇതിന്റെ ഒരു ചെറിയ വിശകലനം, നിയമപരമായ വിശകലനം ഇന്നലെ ഞാൻ നടത്തിയിരുന്നു. അത് കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം എന്ന് പലരും പറഞ്ഞു. അങ്ങനെ വിശദീകരിക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇന്ത്യൻ ഭരണഘടനയ്ക്കും ജുഡീഷ്യറിക്കും സീറോ മലബാർ സഭയുടെ ഗംഭീരമായൊരു സംഭാവനയാണ് ഈ മൂലക്കാട്ട് പിതാവിന്റെ കൽപ്പന എന്നാണ്. നൂലുബന്ധമില്ലാതെയാണ് രാജാവ് പൊതുജനമധ്യത്തിൽ നടക്കുന്നതെന്ന് വിളിച്ചു പറയാൻ സത്യസന്ധതയുള്ള ഒരു കുട്ടി പോലും സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡിൽ ഇല്ലെന്ന് വരുമോ എന്നൊരു പേടിയും അതിനകത്തുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഉത്തര കൊറിയയില് ഈ കിം ജോങ് ഉൻ എന്ന് പറയുന്ന ഏകഛത്രാധിപതി 28 തരത്തിലാണ് മുടിവെട്ടാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ആണുങ്ങൾക്ക് 10 തരം, 18 തരം പെണ്ണുങ്ങൾക്കും. അതല്ലാതെ മറ്റൊരു തരത്തിൽ മുടി വെട്ടിയാൽ ആ തലമുടി ഇരിക്കുന്ന തല തന്നെ ഉണ്ടാകില്ല. ഗവൺമെന്റ് സർക്കാർ നിശ്ചയിച്ച തരത്തിലല്ലാതെ മറ്റൊരു തരത്തിൽ മുടി വെട്ടിയാൽ മുടി ഉണ്ടാകാനുള്ള തലയേ ഉണ്ടാകില്ല. ഈ അവസ്ഥയിലാണ് വാസ്തവത്തിൽ ഇപ്പോൾ സീറോ മലബാർ സഭ എത്തിയിരിക്കുന്നത്. സഭയിൽ ജനാധിപത്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഏകഛത്രാധിപത്യം ഉണ്ടാകും, സ്വേച്ഛാധിപത്യം ഉണ്ടാകും എന്ന് അർത്ഥമാക്കിയിരുന്നില്ല. പക്ഷെ അങ്ങനെ ഒരവസ്ഥയുണ്ട്. മെത്രാന്മാരെ ആരെങ്കിലും വിമർശിക്കുകയോ കോടതി എന്തെങ്കിലും കുറ്റപ്പെടുത്തുകയോ ചെയ്താൽ ആ കോടതി പോലും ഉണ്ടാകില്ല എന്നൊരവസ്ഥ. അപ്പോ ഇന്ത്യൻ ഭരണഘടനയ്ക്കും ജുഡീഷ്യറിക്കും സീറോ മലബാർ സഭയുടെ സംഭാവന തന്നെയാണിത്. എന്താണ് കാര്യം? കീഴ്ക്കോടതി പ്രസ്താവിച്ച ഒരു വിധി അത് മേൽക്കോടതി അംഗീകരിക്കാം, റദ്ദാക്കാം, പുനഃപരിശോധിക്കാം, അല്ലെങ്കിൽ കോടതി ശാസിക്കാം. ഇതൊക്കെയാണ് സാധാരണ ചെയ്യുക. അതിനു പകരം കീഴ്ക്കോടതിയെ അങ്ങ് പിരിച്ചുവിടുക, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക, അതും അനിശ്ചിത കാലത്തേക്ക്. അപ്പൊ ഇനിയിപ്പോ വേണമെങ്കിൽ സർക്കാരിനോട് പറയാം, ഇങ്ങനൊരു വകുപ്പുണ്ട്. അതായത് കീഴ്ക്കോടതി ഒരു വിധി പ്രസ്താവിച്ചു, മേൽക്കോടതിക്ക് കീഴ്ക്കോടതിയെ സസ്പെൻഡ് ചെയ്യാം അനിശ്ചിത കാലത്തേക്ക്, അല്ലെങ്കിൽ പിരിച്ചുവിടാം എന്നൊരു വകുപ്പ് വേണമെങ്കിൽ ഇപ്പോ ഈ പുതിയ ഇന്ത്യൻ പീനൽ കോഡിലും ജുഡീഷ്യറി വ്യവസ്ഥയിലൊക്കെ വേണമെങ്കിൽ എഴുതി ചേർക്കാം. ഈ സർക്കാരിന്റെ ശുപാർശയിലെങ്ങാനും ജഡ്ജിയായ ഒരാള് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എങ്ങാനും വിമർശിച്ചാൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കോടതിയെയും അന്നേരം തന്നെ പിരിച്ചുവിടുകയോ ഉന്മൂലനം ചെയ്യുകയോ ചെയ്യാവുന്ന ഒരു സംവിധാനം സീറോ മലബാർ സഭ ഇതാ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഒരു വിചാരണയോ വിസ്താരമോ വിശദീകരണം പോലുമോ ചോദിക്കാതെ കോടതിയെ പിരിച്ചുവിടാം. ഇങ്ങനൊരു അധികാരം അധികാരിയിൽ നിക്ഷിപ്തമാക്കാനുള്ള ഒരു കീഴ്വഴക്കം ഇതാ സീറോ മലബാർ സഭ കൊടുത്തിരിക്കുന്നു. പണ്ട് ക്രിസ്ത്യൻ മിഷണറിമാരും ക്രൈസ്തവ സഭയൊക്കെ വിദ്യാഭ്യാസ രംഗത്ത്, ആതുര ശുശ്രൂഷ രംഗത്ത്, സാംസ്കാരിക രംഗത്തൊക്കെ ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട്. സാഹിത്യ രംഗത്തൊക്കെ ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നിയമരംഗത്തും നമ്മൾ ഒരു സംഭാവന കൊടുത്തിരിക്കുകയാണ്. മറ്റെല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു സംഭാവനയാണ് സീറോ മലബാർ സഭ ചെയ്തിരിക്കുന്നത്. വിശദീകരണം പോലും ചോദിക്കാതെ, വിചാരണയോ വിസ്താരമോ യാതൊന്നുമില്ലാതെ, എന്ത് തെറ്റുകളാണെന്ന് ചൂണ്ടിക്കാണിക്കാതെ, തെളിവുകൾ ചൂണ്ടിക്കാണിക്കാതെ കോടതി അങ്ങ് സസ്പെൻഡ് ചെയ്യുക. തീർന്നില്ല. ഇനിയിപ്പം കാനൂൺ നിയമമൊക്കെ പരിഷ്കരിക്കുമ്പോൾ കൽദായ സഭയുടെ സംഭാവനയായി ഇതും ചേർക്കാം. അങ്ങനെ വട്ടോളി പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ കാനൂൺ നിയമം കടലിലെറിയാം. എന്തൊക്കെയാണ് നമ്മൾ ഈ മൂലക്കാട്ടിന്റെ ആ കൽപ്പന നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ എന്തൊക്കെ സംഗതികളാണ് അതിനകത്തുള്ളത് എന്ന് ചുരുക്കമായിട്ട് ഞാൻ ആദ്യം പറയാം. അത് ചെയ്യാനായിട്ട് അധികാരിക്ക് യോഗ്യതയുണ്ടോ ഇല്ലയോ? സ്പെഷ്യൽ ട്രിബ്യൂണലിനെ സസ്പെൻഡ് ചെയ്യാൻ മൂലക്കാട്ടിന്റെ കോടതിക്ക് അധികാരമുണ്ടോ? മൂലക്കാട്ടിന്റെ പദവിക്ക് അതിനുള്ള അർഹതയുണ്ടോ? അദ്ദേഹം മോഡറേറ്റ് ആയിരിക്കുന്ന കോടതിയുടെ ചുമതല എന്ത്? കത്തോലിക്ക സഭയിലെ പരമോന്നത കോടതി ഏതാണ്? ഇല്ലാത്ത അധികാരം മൂലക്കാട് ഉപയോഗിച്ചോ? ഇനി സംഭവിക്കുന്ന വിചിത്രമായ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം സീറോ മലബാർ സഭയിൽ? നീതിന്യായവും ഭരണനിർവഹണവും തമ്മിലുള്ള അതിന്റെ ഒരു നേരത്തെ രേഖയുണ്ട്. അതെന്താണ്? അവർ ഈ നീതിന്യായ വ്യവസ്ഥയ്ക്കും ഭരണനിർവഹണത്തിനും സ്വാതന്ത്ര്യമുണ്ട്. അപ്പോ എന്താണ് ആ രേഖ? പിന്നെ മൂലക്കാട്ടിൻ പിതാവിന്റെ കൽപ്പനയിലെ വസ്തുതാപരമായ തെറ്റുകൾ, അതായത് ഉള്ളടക്കത്തിലെ തെറ്റുകൾ, പിന്നെ അതിന്റെ ആ കോടതിയുടെ നടപടിക്രമത്തിലെ ക്രമക്കേടുകൾ, പിന്നെ മൌലികമായ അവകാശങ്ങളുടെ ലംഘനം,
പിന്നെ ഈ കൽപ്പനയുടെ രൂപത്തിൽ തന്നെ വൈകല്യമുണ്ട്, വികൃതമായ ഒരു രൂപമാണ് അതിന്. പിന്നെ കുറ്റവും ശിക്ഷയും തമ്മിലുള്ള അനുപാതമില്ലായ്മയുണ്ട്. കുറ്റം തന്നെ തെളിഞ്ഞിട്ടില്ല, തെറ്റായ കുറ്റമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പിന്നെ വളരെ അപകടകരമായ ഒരു കീഴ്വഴക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് മൂലക്കാട്ട് പിതാവ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ. നമുക്ക് കുറച്ച് വിശദമായിട്ട് കാണാം. കോട്ടയം രൂപതയുടെ മെത്രാപ്പൊലീത്ത മൂലക്കാട്ടിൽ പിതാവിന്റെ കൽപ്പനയിലെ ചില കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്, മനസ്സിലായില്ല, അതിൽ പാളിച്ചകളെ കുറിച്ച് ഒന്നുകൂടി വിശദമായി പ്രതിപാദിക്കാമോ എന്നാണ് ചിലത് ചോദിച്ചത്. ഞാനൊരു നിയമപണ്ഡിതനല്ല, അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അന്തിമ വാക്കുകളല്ല, ചിലപ്പോൾ അത് തെറ്റുമാകാം. എങ്കിലും നിയമം പഠിച്ചിട്ടുള്ള ചില സുഹൃത്തുക്കൾ പങ്കുവച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ഇതിൽ എന്തെങ്കിലും നിയമപരമായിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർക്ക് ചൂണ്ടിക്കാണിക്കാം. ഗൗരവമായ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കണം. ഇതിപ്പോൾ എന്റെ സുഹൃത്തുക്കളായ ചില വക്കീലന്മാരും സഭാ നിയമങ്ങളൊക്കെ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടവരും പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നടപടിയെടുക്കുന്ന ആളുടെ അധികാരവും യോഗ്യതയും, അതാണ് ഒന്നാമത് നമ്മൾ പരിശോധിക്കുന്നത്. ഭരണപരമായ ഏത് നടപടിയുടെയും സാധുത, വാലിഡിറ്റി നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ അത് ഒന്നാമത് ആശ്രയിച്ചിരിക്കുന്നത് അത് പുറപ്പെടുവിക്കുന്ന അധികാര കേന്ദ്രത്തിന് അതിനുള്ള യോഗ്യതയുണ്ടോ, അധികാരമുണ്ടോ അതിനെ ആശ്രയിച്ചാണ്. അധികാരമില്ലാത്ത ഒരാള് കൽപ്പനയിട്ട് കഴിഞ്ഞാൽ അത് ആരെ പാലിക്കണേ? ആരും പാലിക്കില്ല. അപ്പോ ഒരു കൽപ്പനയിടാൻ, ഒരു ഉത്തരവ് ഇറക്കാൻ അധികാരമുള്ള ആളാണോ അത് ചെയ്തിരിക്കുന്നത്, യോഗ്യതയുള്ള ആളാണോ ചെയ്തിരിക്കുന്നത്, ദ കോമ്പിറ്റൻസി ഓഫ് ദ അതോറിറ്റി. ഇത് പുറപ്പെടുവിക്കാൻ, ഒരു കൽപ്പന പുറപ്പെടുവിക്കാൻ ആവശ്യമായ അധികാരങ്ങൾ ഉള്ള ആളാണോ അത് ചെയ്തിരിക്കുന്നത്. സ്പെഷ്യൽ ട്രിബ്യൂണലിനെ പാമ്പാറയച്ചന്റെ സ്പെഷ്യൽ കോടതിയെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള കൽപ്പനയിൽ മൂലക്കാട്ട് പിതാവ് തന്നെ സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നീതി നിർവഹണത്തിനായുള്ള ജനറൽ മോഡറേറ്റർ. അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഞാൻ ഇംഗ്ലീഷിൽ പറയാം: ദ ജനറൽ മോഡറേറ്റർ ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. നീതി നിർവഹണത്തിനായുള്ള ജനറൽ മോഡറേറ്റർ. ആരാണ് ഈ ജനറൽ മോഡറേറ്റർ? അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു നടപടി എടുക്കാനുള്ള അധികാരമുണ്ടോ? ഈ ജനറൽ മോഡറേറ്ററിന്റെ അധികാര പരിധി എന്താണ്? അപ്പൊ നമുക്ക് ജനറൽ മോഡറേറ്റർ ആരാണ് എന്ന് പരിശോധിക്കാം. സീറോ മലബാർ സഭ ഒരു പൗരസ്ത്യ സഭയാണല്ലോ. പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനോൻ നിയമ സംഹിതയിൽ ഇങ്ങനെ ഒരു തസ്തികയില്ല. ഈ ജനറൽ മോഡറേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു തസ്തിക പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനോൻ നിയമ സംഹിതയിൽ ഇല്ല. അതേസമയം ഒരു സ്വയാധികാര സഭയാണ് സീറോ മലബാർ സഭ. ആ സഭയ്ക്ക് സ്വന്തമായ ഭരണ നിയമ സംവിധാനം സ്ഥാപിക്കാനുള്ള അധികാരമുണ്ട്. അതാണ് സ്വയാധികാരം എന്ന് പറയുന്നത്. പക്ഷേ അത് കത്തോലിക്ക സഭയിലുള്ള CIC, ലത്തീൻ സഭയ്ക്ക് വേണ്ടിയുള്ള കാനോൻ നിയമം, CCEO, പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനോൻ നിയമം എന്നീ സാർവത്രിക സഭയുടെ നിയമങ്ങൾക്ക് വിധേയമായിരിക്കണം. കത്തോലിക്ക സഭയിൽ 2 കാനോൻ നിയമങ്ങളാണുള്ളത്. ഒന്ന് CIC എന്ന് പറയും, ലത്തീൻ സഭയ്ക്ക് വേണ്ടിയുള്ളത്. മറ്റു CCEO എന്ന് പറയും, പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ളത്. അതിലെ സാർവത്രിക നിയമങ്ങൾക്ക് വിധേയമായിരിക്കണം സീറോ മലബാർ സഭ ഉണ്ടാക്കുന്ന തനത് നിയമങ്ങൾ. സാർവത്രിക നിയമങ്ങളെ, കാനോൻ നിയമത്തെ ലംഘിക്കുന്ന തരത്തിൽ തനത് നിയമങ്ങൾ സൃഷ്ടിക്കാനായിട്ട് കഴിയില്ല, ഉണ്ടാക്കാൻ കഴിയില്ല. അതിനാൽ ഈ മൂലക്കാട്ട് പിതാവ് ഇങ്ങനെ എഴുതുകയാണ്: സീറോ മലബാർ സഭയുടെ തനത് നിയമസംഹിതയിലെ CCOയിലില്ല, CACയിലില്ല. സീറോ മലബാർ സഭയുടെ തനതു നിയമസംഹിത, പ്രത്യേക നിയമസംഹിതയിലെ സുപ്പീരിയർ കോടതിയുടെ, സുപ്രീം കോടതി അല്ലാട്ടോ, സുപ്പീരിയർ കോടതിയാണ്. സുപ്രീം കോടതി ചിലർക്ക് അങ്ങനെ വിചാരിക്കുന്നുണ്ട്, സുപ്രീം കോടതി അല്ല, സുപ്പീരിയർ കോടതി എന്നാണ്. സുപ്പീരിയർ കോടതിയുടെ ചട്ടങ്ങളുടെ അനുബന്ധം 85-ാം പേജിൽ പറയുന്നത് പോലെ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനോൻ നിയമത്തിലോ പാശ്ചാത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനോൻ നിയമത്തിൽ ഇല്ലാത്ത ഒരു വകുപ്പാണ് ജനറൽ മോഡറേറ്റർ. അത് സീറോ മലബാർ സഭയുടെ തനതു നിയമത്തിലെ 85-ാം പേജിൽ പറയുന്നത് പോലെയുള്ള അതിലാണ് ഈ ജനറൽ മോഡറേറ്റർ എന്നുള്ള വകുപ്പുള്ളത്. ഈ സുപ്പീരിയർ കോടതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ മെത്രാന്മാരും ജഡ്ജികളാണ്. എന്നാൽ ഏതെങ്കിലും ഒരു മെത്രാനെതിരെയാണ് പരാതിയെങ്കിൽ ആ മെത്രാനെതിരെയുള്ള കേസ് പരിഗണിക്കുമ്പോൾ അദ്ദേഹം അതിൽ പങ്കെടുക്കാൻ പാടില്ല, ആ കോടതിയുടെ സിറ്റിംഗിൽ പങ്കെടുക്കാൻ പാടില്ല. ഏതായാലും ഈ മോഡറേറ്ററുടെ അധികാരം പൗരസ്ത്യ കാനോൻ നിയമം അനുസരിച്ചുള്ളതുമല്ല, പാശ്ചാത്യ കാനോൻ നിയമം അനുസരിച്ചുള്ളതുമല്ല. അതിനാൽ അന്തർലീനമായ ഒരു സാർവത്രിക അധികാരമല്ല ജനറൽ മോഡറേറ്റർ. അന്തർലീനമായ ഒരു സാർവത്രിക അധികാരമല്ല.
സീറോ മലബാർ സഭയുടെ തനത് നിയമം അനുസരിച്ചിട്ടുള്ളതാണ്. അതിനാൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ഒരു അധികാരമാണ്. അന്തർലീനമായ അധികാരമല്ല, ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട അധികാരമാണ്. അതിനാൽ തന്നെ അത് നിർവചിക്കപ്പെട്ടിരിക്കുന്ന അധികാരവുമാണ്. നിർവചനങ്ങളിൽ ചിലപ്പം അന്തരങ്ങൾ വരാം. ഒരു ജഡ്ജി പറയുന്ന പോലെ ആകില്ല മറ്റൊരു ജഡ്ജി, ഒരു വക്കീൽ വാദിക്കുന്ന പോലെയല്ല മറ്റൊരാള്. എങ്കിലും ഇത് അന്തർലീനമായ ഒരു അധികാരമല്ല, സാർവത്രികമായ ഒരു അധികാരമല്ല. ഇത് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടിരിക്കുന്നതും നിർവചിക്കപ്പെട്ടിരിക്കുന്നതും ഒരു അധികാരമാണ്, നിർവചിക്കപ്പെടേണ്ടതുമായ അധികാരമാണ്. മാത്രമല്ല കത്തോലിക്ക സഭയുടെ സാർവത്രിക നിയമസംഹിതയ്ക്കുള്ള അധികാരങ്ങളൊന്നും ഇതിനില്ല, അതിന് താഴെയാണ് താനും. അപ്പൊ അതാണ് ഈ ജനറൽ മോഡറേറ്റർ എന്ന തസ്തികയുടെ ഒരു നിർവചനമായിട്ട് നമുക്ക് പറയാൻ കഴിയാം. ഇനി എന്താണ് ഈ ജനറൽ മോഡറേറ്റർ? മൂലക്കാട്ട് പിതാവാണ് ഇപ്പോൾ. ആ ജനറൽ മോഡറേറ്ററുടെ അധികാരം എന്താണ്? മൂലക്കാട്ട് പിതാവ് തന്റെ കൽപ്പനയില് അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മേജർ ആർച്ച് ബിഷപ്പിന്റെ ട്രിബ്യൂണലിന്റെയും കീഴ്ക്കോടതികളുടെയും വിജിലൻസിന് സൂക്ഷ്മ ജാഗ്രത പാലിക്കാൻ എന്നാണ് അർത്ഥം. ഉത്തരവാദിത്തമുള്ളവനാണ് ജനറൽ മോഡറേറ്റർ. മേജർ ആർച്ച് ബിഷപ്പിന്റെ ട്രിബ്യൂണലിന്റെയും കീഴ്ക്കോടതികളുടെയും വിജിലൻസ് സൂക്ഷ്മ ജാഗ്രത പാലിക്കാൻ ഉത്തരവാദിത്തമുള്ളവനാണ് ജനറൽ മോഡറേറ്റർ. വിജിലൻസിന് ചിലര് മേൽനോട്ടം എന്ന് പറയും, സൂപ്പർവൈസ്. അതല്ല കറക്റ്റ്. വിജിലൻസ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി ജാഗ്രത പുലർത്തുക എന്നതാണ്. അഴിമതി സംഭവിക്കുന്നില്ല, നീതി ശരിയായി നടപ്പാകുന്നുണ്ട് എന്ന് ഒരു സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അതാണ് ഈ വിജിലൻസ്, സൂക്ഷ്മമായി നിരീക്ഷിക്കുക. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അതായത് നീതിക്ക് ദോഷം വരാതെ നോക്കാനുള്ള ഒരു ചുമതലയാണ്. ഇതൊരു കാനോനിക ആശയമാണ്. സഭയുടെ നിയമപാരമ്പര്യത്തിൽ കേട് വരാതിരിക്കാൻ നിരീക്ഷിക്കാനും ജാഗ്രത പുലർത്താനുമുള്ള കടമയാണ് ഈ ജനറൽ മോഡറേറ്ററുടെ അധികാരം എന്ന് പറയുന്നത്. മേജർ ആർച്ച് ബിഷപ്പിന്റെ ട്രിബ്യൂണൽ കോടതി കീഴ്ഘടകങ്ങള് നിയമമനുസരിച്ചും ശരിയായ രീതിയിലും പ്രവർത്തിക്കുന്നുണ്ടെന്നും അവിടെ അഴിമതിയില്ലെന്നും പക്ഷപാതിത്വമില്ലെന്നും ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി രേഖകൾ പരിശോധിക്കാം, റിപ്പോർട്ടുകൾ സ്വീകരിക്കാം, നിയമലംഘനങ്ങൾ തിരുത്തലിന് വേണ്ടി യോഗ്യതയുള്ള അധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് വിശ്വാസ സത്യങ്ങളുടെ ലംഘനം സംഭവിച്ചിട്ടുണ്ട് സീറോ മലബാർ സഭയിൽ. കൂദാശ വിലക്കുള്ള വൈദികര് കൂദാശകൾ അർപ്പിച്ചു. കൂദാശകൾ പരികർമ്മം ചെയ്യാൻ പാടില്ലാത്ത ആള് കൂദാശകൾ പരികർമ്മം ചെയ്തു. കല്യാണം കെട്ടിക്കാൻ അധികാരമില്ലാത്ത അച്ഛൻ ഇല്ല, അത് വിലക്കപ്പെട്ടിരിക്കുന്ന ആള് കല്യാണം കെട്ടിച്ചു. കുമ്പസാരം കേൾക്കാൻ അധികാരമില്ലാത്ത ഒരാള് കുമ്പസാരം കേട്ടു. ഇതെല്ലാം ബന്ധപ്പെട്ട റോമില് വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിൽ അറിയിക്കുക. അതൊരു സൂക്ഷ്മ നിരീക്ഷണമാണ്. മൂലക്കാട്ട് പിതാവ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം വിജിലൻസിൽ തെറ്റുവരുത്തിയിരിക്കുന്നു എന്ന് നമ്മൾ അനുമാനിക്കേണ്ടി വരും. ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇനി ഇവിടെ മനസ്സിരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. ഭരിക്കാനുള്ള അധികാരത്തിൽ നിന്ന്, ഈ ഭരിക്കാനുള്ള അധികാരത്തിന് ലത്തീനിൽ പറയുന്നത് പൊത്തസ്താസ് റെജിമിനിസ് എന്നാണ്. പൊത്തസ്താസ് റെജിമിനിസ്, അതിന്റെ ഭരണം നിർവഹിക്കാനുള്ള അധികാരം, ദ പവർ ടു റൂൾ, ഭരിക്കാനുള്ള അധികാരം എന്നാണ് വാക്കിനർത്ഥം. അതിൽ നിന്ന് ഈ സൂക്ഷ്മ നിരീക്ഷണത്തിന് വേണ്ടിയുള്ള വിജിലൻസ് കോടതിയുടെ അധികാരത്തെ വേർതിരിച്ച് കാണണം. മറ്റൊരു സ്ഥാപനത്തിന്റെ നിയമപരമായ അസ്തിത്വത്തെയോ പ്രവർത്തനത്തെയോ നേരിട്ട് മാറ്റിമറിക്കുന്ന ഭരണപരമായ നടപടികൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം നിയമപരമായ കോടതിക്കില്ല. അത് ഭരണനിർവഹണ അധികാരം എക്സിക്യൂട്ടീവിനാണുള്ളത്, ഇല്ലേ? മറ്റൊരു സ്ഥാപനത്തിന്റെ നിയമപരമായ അസ്തിത്വത്തെയോ പ്രവർത്തനത്തെയോ നേരിട്ട് മാറ്റിമറിക്കുന്ന ഭരണപരമായ നടപടികൾ പുറപ്പെടുവിക്കാൻ നിർവഹണാധികാരമുള്ളതാണ് ഈ ഭരണാധികാരം എന്ന് പറയുന്നത്, പൊത്തസ്താസ് റെജിമിനിസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അധികാരമല്ല കോടതികൾക്കുള്ളത്. മൂലക്കാട്ട് പിതാവ് ജനറൽ മോഡറേറ്റർ എന്ന പദവി ഉപയോഗിച്ച് ഒരു കോടതി സസ്പെൻഡ് ചെയ്യുക ചെയ്തത്. അതായത് മറ്റൊരു സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് തന്നെ മാറ്റിമറിക്കുകയാണ്. അതൊരു കേവലം ഒരു സൂക്ഷ്മ ജാഗ്രത പാലിക്കലായിരുന്നോ? അല്ലല്ലോ. ഗുരുതരമായ ഭരണനിർവഹണ പ്രവൃത്തിയാണ്. ഭരണനിർവഹണ പ്രവൃത്തി അതൊരു കോടതിക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു കോടതി നീതിന്യായ അധികാരം പ്രയോഗിക്കുന്നത് തടയുന്ന നേരിട്ടുള്ള ഭരണപരമായ ഇടപെടലാണ് മൂലക്കാട്ട് പിതാവ് ചെയ്തത്. അത് ചെയ്യാൻ മൂലക്കാട്ടിന്റെ വിജിലൻസ് കോടതിക്ക് അധികാരമുണ്ടോ? ഇതാണ് ചോദ്യചിഹ്നം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ചില മെത്രാന്മാർ കുറ്റക്കാരാണെന്ന് പാമ്പാറ പിതാവിന്റെ കോടതി കണ്ടെത്തിയിരിക്കുന്നു. അത് 2 ഉത്തരവുകളിലൂടെ പുറത്തുവിട്ടിരിക്കുന്നു. അങ്ങനെയുള്ളവര്
ഉന്നതമായ അധികാരത്തിൽ ഇരിക്കുന്നവരാണ്. അവരെ ന്യായീകരിക്കാൻ വേണ്ടിയാണോ മൂലക്കാട്ട് പിതാവ് ചെയ്യേണ്ടിയിരുന്നത്? അതോ നൂലുബന്ധമില്ലാതെയാണ് രാജാവ് നടക്കുന്നതെന്ന് ഇല്ലേ, പൊതുജന മധ്യം നടക്കുന്നതെന്ന് ഒരു കുട്ടി വിളിച്ചു പറഞ്ഞല്ലോ, അത് പറയാനുള്ളൊരു സത്യസന്ധത, ആ സത്യസന്ധതയല്ലേ വാസ്തവത്തിൽ മൂലക്കാട്ട് പിതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയുള്ള ഒരാൾ പോലും നമ്മുടെ മെത്രാൻ സെനഡിൽ ഇല്ലെന്ന് വരുമോ? ഇത് നമ്മളെ ആശങ്കയിലാക്കുന്ന വലിയ സംഗതിയാണ്. ഒന്നോ രണ്ടോ പേർക്ക് തെറ്റുപറ്റുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവര് കൂതാശകള് പരികർമ്മം ചെയ്യുന്നതിലും ഒക്കെയുള്ള വീഴ്ച വരുത്തുന്നത്, പരിശുദ്ധ കുർബാനെ അവമാനിക്കുന്നു, നിന്ദിക്കുന്നു, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു മെത്രാൻ സംഘത്തിലെ അനേകം ആളുകള്, എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, അനേകം ആളുകള് ഒരേ കുറ്റകൃത്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്നത് അതൊരു അപൂർവമായിട്ടുള്ള അനീതിയുടെ, ദുഷ്ടതയുടെ പൈശാചികമായ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് നമുക്ക് അങ്കലാപ്പുണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചോദിക്കേണ്ട മറ്റൊരു ചോദ്യമുണ്ട്. കത്തോലിക്ക സഭയിലെ പരമോന്നത കോടതി ഏതാണ്? കോടതിയെ സ്ഥാപിക്കാനുള്ള അധികാരമുള്ള ആൾക്കല്ലേ അതിനെ സസ്പെൻഡ് ചെയ്യാനും കഴിയുക, പിരിച്ചുവിടാനും കഴിയുക? ഈ വിജിലൻസ് കോടതിയാണോ സ്പെഷ്യൽ ട്രിബ്യൂണൽ സ്ഥാപിച്ചത്? അല്ല. 2024 ഡിസംബർ 18 കൽപ്പന പ്രകാരം പ്രത്യേക കോടതിക്ക് രൂപം കൊടുത്തത് മേജർ ആർച്ച് ബിഷപ്പാണ്. മെത്രാന്മാരുടെ സിനഡിനോ പരിശുദ്ധ സിംഹാസനത്തിനോ അല്ലേ ഈ കോടതിയെ സസ്പെൻഡ് ചെയ്യാൻ പറ്റൂ അല്ലേ എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. അങ്ങനെയാണ് നിയമവിദഗ്ധർ പറയണേ. ചുരുക്കത്തില് മൂലക്കാട്ട് പിതാവ് ജനറൽ മോഡറേറ്റർ എന്ന നിലയിൽ പുറപ്പെടുവിച്ച സസ്പെൻഷൻ കൽപ്പന സ്പെഷ്യൽ ട്രിബ്യൂണൽ അതിന് യോജിച്ച വിധത്തിൽ പ്രയോഗിച്ചുകൊണ്ടിരുന്ന നീതിന്യായ അധികാരത്തിൽ കൈകടത്തുന്ന, നേരിട്ട് ഇടപെടുന്ന ഒരു നിർവഹണ പ്രവൃത്തിയായി എക്സിക്യൂട്ടീവ് ആക്ട്. സ്പെഷ്യൽ കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് താൽക്കാലികമായി സ്റ്റേ ചെയ്യേണ്ടതിന് പകരം കോടതിയെ തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. നിയമപരമായി നടപടി എടുക്കേണ്ടതിന് പകരം ഭരണപരമായി പ്രവൃത്തി ചെയ്തിരിക്കുന്നു. അതായത് തനിക്ക് നൽകപ്പെട്ടുള്ള അധികാര പരിധിക്ക് പുറത്ത് അദ്ദേഹം പ്രവർത്തിച്ചിരിക്കുന്നു. അതിനെ ലത്തീനിൽ പറയുന്നത് അൾട്രാ വയേഴ്സ് എന്നാണ്, ബിയോണ്ട് ദ പവേഴ്സ്. തനിക്കുള്ള അധികാരത്തിനപ്പുറത്താണ് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യം വിജിലൻസ് ജഡ്ജി ചെയ്തിരിക്കുന്ന പോലെ മുഖ്യമന്ത്രിക്കുള്ള എക്സിക്യൂട്ടീവ് അധികാരം ഒരു വിജിലൻസ് കോടതിയുടെ ജഡ്ജി ചെയ്തതുപോലെയായി മൂലക്കാട്ട് പിതാവിന്റെ നടപടി. തീർന്നില്ല. കത്തോലിക്ക സഭയിലെ ഒരു ഘടകമാണ് സീറോ മലബാർ സഭ. നമുക്കറിയാം, അത് സ്വയാധികാര സഭയാണെങ്കിലും കത്തോലിക്ക സഭയിലെ ഒരു അംഗസഭ എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ടതാണ്. കത്തോലിക്ക സഭയുടെ നിയമ സംഹിത അംഗീകരിച്ചുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ ഉള്ളിൽ നിൽക്കാൻ കഴിയുക. അതിന് കീഴിൽ നിന്ന് പ്രവർത്തിക്കേണ്ടതുമാണ്. ഇപ്പൊ കുറെ നാളുകളായിട്ട് മാർപ്പാപ്പയുടെ ആഹ്വാനം കേൾക്കാതിരിക്കുക, പരിശുദ്ധ സിംഹാസനത്തിന്റെ ആഹ്വാനങ്ങൾ സ്വീകരിക്കാതിരിക്കുക, അങ്ങനെ മെത്രാന്മാരിൽ പലരും തന്നെ ശീഷ്മയിലാണ്. ഞാനന്ന് ചില സീനിയർ വൈദികരുമായി സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞൊരു സംഗതിയാണ്, മെത്രാന്മാരിൽ പലരും ശീഷ്മയിലാണ്. സഭ ശീഷ്മയിലേക്ക് പോകാതിരിക്കുന്നതിന് കാരണം മാണിപ്പറമ്പലച്ചനെ പോലുള്ളവരും അങ്ങനെ കുറെ പേര് ജനങ്ങള് ശീഷ്മയിൽ പോയിട്ടില്ല. ഇല്ലേ, ജനങ്ങൾ ശീഷ്മയിൽ പോയിട്ടില്ല. പക്ഷേ മെത്രാന്മാരിൽ പലരും ശീഷ്മയിലാണ്. കാരണം 4 പ്രാവശ്യം മാർപ്പാപ്പ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ചെയ്യാതെ മെത്രാന്മാര് ഉരുണ്ട് കളിക്കുന്നത്. പരിശുദ്ധ സിംഹാസനം ആവശ്യപ്പെട്ട സംഗതിയാണ് ഉരുണ്ട് കളിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഈ അച്ഛന്മാര് പറഞ്ഞത്, റോമിന് നമ്മുടെ സഭയുടെ കാര്യം കേൾക്കുമ്പോൾ അറപ്പാണെന്ന് ഞാൻ പറഞ്ഞു. അറപ്പാണ്. കാരണം മാർപ്പാപ്പയെ അനുസരിക്കാത്ത മെത്രാന്മാര്, അത് എന്തൊരു അവസ്ഥയാണ്. എറണാകുളത്ത് വൈദികരെ പോട്ടെ, അത് പിന്നെ വൈദികര് വർഷങ്ങളായിട്ട് അവര് ധിക്കാരികളാണ്. ഇത് സീറോ മലബാർ സഭയുടെ മെത്രാന്മാര് തന്നെ മാർപ്പാപ്പയെ അനുസരിക്കാതെ ശേഷ്മയിലായിരിക്കുക. അതും സഭാതലവന്റെ വികാരി മെത്രാപ്പോലിത്തയും ഇപ്പോൾ ഇതാ ജനറൽ മോഡറേറ്റർ അതിന് സപ്പോർട്ട് ചെയ്യണു. എന്തൊരു പൈശാചികമായ അവസ്ഥയാണിത്. അപ്പോൾ ഈ പൈശാചികമായ അവസ്ഥ വരുമ്പോൾ എന്താണ് ദൈവം എന്താ ചെയ്യുന്നത്? ചിലരെ പിശാചിന് വിട്ടുകൊടുക്കും, സാത്താന് വിട്ടുകൊടുക്കും. ഈ പശ്ചാത്തപിക്കാൻ ഒട്ടും തയ്യാറല്ലാത്ത പാപത്തിന് അടിമയായി കഴിയുന്ന ഒരാളെ മാനസാന്തരപ്പെടാതെ പാപത്തിന് വിട്ടുകൊടുക്കും ദൈവം. ശിക്ഷിക്കാൻ വൈകുന്നത് പോലും പാപത്തിനുള്ള ശിക്ഷയാണ്. ശിക്ഷിച്ചിരുന്നെങ്കിൽ അവർ മാനസാന്തരപ്പെടുമായിരുന്നു. ഇത് ശിക്ഷിക്കാതെ ദൈവം മാറ്റിവെക്കുകയാണ്. കാരണം എന്താ? അവരുടെ മാനസാന്തരം ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം അവര് സ്വയം പിശാചിന് അടിമയായി തീർന്നിരിക്കുന്നു. അത് മാറണമെങ്കിൽ അവർക്ക് ഒരു സുബോധം വരണം, അവർ തന്നിലേക്ക് തന്നെ വരണം. അത് വരാത്തത് കൊണ്ടാണ് ദൈവം അവരെ പാപത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വല്ലാത്തൊരു പൈശാചിക അവസ്ഥയിൽ ഞാൻ എല്ലാ മെത്രാന്മാരെന്ന് പറയുന്നില്ല, കുറച്ചു പേരെങ്കിലും ആയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഏറ്റവും തലപ്പത്തുള്ള കുറച്ചു പേരും ഇതുപോലെ ഈ വിജിലൻസ് കോടതി പോലെ വർക്ക് ചെയ്യേണ്ട കോടതിയൊക്കെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു.
ഈ കത്തോലിക്ക സഭയിൽ നീതി നിർവഹണത്തിനുള്ള പരമോന്നതമായ മേൽനോട്ടം അപ്പസ്തോലിക് സിഞ്ഞത്തൂറ എന്ന് പറഞ്ഞ കോടതിയാണ് റോമിലെ. ആ കോടതിയുടെ മുമ്പാകെ ഞാൻ പോകുമെന്ന രേഖാമൂലം പാമ്പാറയച്ചൻ മൂലക്കാട്ട് പിതാവിനോട് പറഞ്ഞപ്പോഴാണ് സസ്പെൻഷൻ പിൻവലിച്ച് വിശദീകരണം നൽകാൻ മൂലക്കാട്ട് പിതാവ് നിർബന്ധിതനായത്. അതായത് ഈ സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ, എന്റെ പ്രതിഷേധക്കുറിപ്പ് നിങ്ങൾ സ്വീകരിച്ച് സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ ഞാൻ പരമോന്നത കോടതിയായ അപ്പസ്തോലിക് സിഞ്ഞത്തൂറയെ സമീപിക്കുമെന്ന് പ്രതിഷേധക്കുറിപ്പില് റിമോൺസ്ട്രാസിയോ എന്ന് പറയും ലത്തീനില്, റിമോൺസ്ട്രാസിയോ. അതില് പ്രതിഷേധക്കുറിപ്പില് പാമ്പാറച്ചൻ രേഖാമൂലം അറിയിച്ചു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് തന്നെ മൂലക്കാട്ട് പിതാവ് സസ്പെൻഷൻ ഒന്നുമല്ല, അങ്ങനെയല്ല, നിങ്ങൾ കേൾക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ അതെല്ലാം തകിടം പറഞ്ഞത്. അപ്പൊ പരമോന്നത കോടതി അപ്പസ്തോലിക് സിഞ്ഞത്തൂറയാണ്. ഈ പറഞ്ഞ മൂലക്കാട്ട് പിതാവിന്റെ കോടതി എന്ന് അതിന് വളരെ താഴെയാണ്. ഈ അപ്പസ്തോലിക് സിഞ്ഞത്തൂറയാണ് പരമോന്നത കോടതി എന്ന് CCEO പൗരസ്ത്യ കാനോൻ നിയമം 1062 രേഖപ്പെടുത്തിയിട്ടുണ്ട്. സീറോ മലബാർ സഭയുടെ തനത് മേൽനോട്ടത്തിനായി ജനറൽ മോഡറേറ്റർ പോലുള്ള ഉദ്യോഗങ്ങൾ സ്ഥാപിക്കാൻ സീറോ മലബാർ സഭയ്ക്ക് കഴിയുമെങ്കിലും സാർവത്രിക നിയമം സ്ഥാപിച്ചിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടനയ്ക്ക് വിരുദ്ധമായി ഒരു അധികാരവും നൽകാൻ കഴിയില്ല. മൂലക്കാട്ട് പിതാവിന് അങ്ങനെ ഇല്ല. നീതിന്യായവും നിർവഹണവും ഇത് രണ്ട് അധികാര കേന്ദ്രങ്ങളാണ്. അവ തമ്മിലുള്ള വേർതിരിവുണ്ട്, ഓരോന്നിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പാലിക്കണമെന്ന് ഈ ഘടന ആവശ്യപ്പെടുന്നുണ്ട്. ഇതൊന്നും പാലിക്കാതെയാണ് മൂലക്കാട്ട് പിതാവ് പ്രവർത്തിച്ചത്. അതിനാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു നിഗമനം ഇതാണ്: മൂലക്കാട്ട് പിതാവ് തനിക്കില്ലാത്ത അധികാരം ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ജനറൽ മോഡറേറ്റർ എന്ന നീതിന്യായ അധികാരി ഭരണപരമായ നിർവഹണ അധികാരം ഉപയോഗിച്ചു, എക്സിക്യൂട്ടീവ് പവർ ഉപയോഗിച്ചു, ഒരു ലീഗൽ ഓഫീസ്. മാത്രമല്ല, തനിക്കില്ലാത്ത ഭരണപരമായ അധികാരമാണ് ഉപയോഗിച്ചത്. അങ്ങനെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ആവശ്യമായ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറിയിരിക്കുന്നു. നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഒരു സ്വാതന്ത്ര്യം വേണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ടും തമ്മിൽ ഒരു ചെറിയ വേർതിരിവുണ്ട്. ആ വേർതിരിവ് സൂക്ഷിക്കാതെ നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യത്തെ തന്നെ ഇല്ലാണ്ട് ചെയ്ത് ആ സ്വാതന്ത്ര്യത്തിലേക്ക് കയ്യേറിയിരിക്കുകയാണ്. ബലം പ്രയോഗിച്ച് ബലാത്കാരമായി കയ്യേറിയിരിക്കുകയാണ്. ആ സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുകയാണ് നീതിന്യായ വ്യവസ്ഥയ്ക്ക്. അത് ഗൗരവമായ ഒരു സ്ഥിതിവിശേഷമാണ് സൃഷ്ടിക്കുന്നത്. നീതി ശരിയായി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിൽ സഭയുടെ ഭരണത്തിന്റെ നിർവഹണ വിഭാഗത്തിന് നിയമാനുസൃതമായ വലിയ പങ്കുണ്ട്. നീതി ശരിയായി നടപ്പാക്കുന്നുണ്ടെന്ന് ഭരണനിർവഹണം, എക്സിക്യൂട്ടീവ് അത് നോക്കണം, തീർച്ചയായും നിരീക്ഷിക്കണം. എങ്കിലും കക്ഷികളിൽ ഒരാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നീതിന്യായ നടപടികളിൽ ഇടപെടാനോ കോടതിയെ നിയന്ത്രിക്കാനോ സസ്പെൻഡ് ചെയ്യാനോ നിർത്തലാക്കാനോ പിരിച്ചുവിടാനോ അധികാരമുണ്ടോ? അതില്ലല്ലോ. ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ട്രിബ്യൂണല് മേജർ ആർച്ച് ബിഷപ്പിന്റെ കൽപ്പനയാൽ സ്ഥാപിതമായതാണ്. അദ്ദേഹത്തിന് ലഭിച്ച നീതിന്യായ അധികാരം വിനിയോഗിക്കുന്നതുമാണ്. അത് നിർത്തലാക്കാൻ ഒരു വിജിലൻസ് കോടതിക്ക്, ഈ സുപ്പീരിയർ കോടതിക്ക് അധികാരമുണ്ടോ? ഭരണ നിർവഹണത്തിന്റെ അധികാരം കോടതി കവർച്ച ചെയ്തെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇപ്പൊ നമുക്കിത് ഞാൻ ഒരു കാര്യം ഈ വിഷയം വിട്ട് സംസാരിക്കുകയാണ്. നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ള ചില വിചിത്ര സംഭവങ്ങൾ. മേജർ ആർച്ച് ബിഷപ്പ് സ്പെഷ്യൽ കോടതിയെ സസ്പെൻഡ് ചിലപ്പോൾ ചെയ്യാം. മെത്രാൻ സെനറ്റ് ചിലപ്പോൾ അതിനെ അനുകൂലിക്കാം. ഇതൊക്കെ നമുക്ക് കണ്ടറിയാനിരിക്കുകയാണ്. ഇനി സസ്പെൻഡ് ചെയ്തെന്ന് കരുതുക, ഈ പാമ്പാറച്ചന്റെ കോടതിയെ മേജർ ആർച്ച് ബിഷപ്പോ മെത്രാൻ സെനറ്റ് സസ്പെൻഡ് ചെയ്തെന്ന് കരുതുക. അവരിതുവരെ പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവുകളിലൂടെ വെളിപ്പെട്ട ഗൌരവമേറിയ കുറ്റകൃത്യങ്ങള് റോമായില് അപ്പസ്തോലിക സിഞ്ഞത്തൂറയിലേക്ക് റഫർ ചെയ്യപ്പെടുകയില്ലേ? ഈ സ്പെഷ്യൽ ട്രിബ്യൂണൽ പിരിച്ചു വിട്ടെന്ന് തന്നെ കരുതുക, മേജർ ആർച്ച് ബിഷപ്പും മെത്രാൻ സെനറ്റും. അതൊക്കെ സാധ്യതയുണ്ട്, കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ ഇടക്കാല ഉത്തരവുകളിലൂടെ കോടതി കണ്ടെത്തിയ കുറ്റകൃത്യങ്ങൾ, പ്രത്യേകിച്ചും കൂതാശ വിലക്കുള്ളവരുടെ കാര്യത്തില്, ആ വൈദികരുടെ കാര്യത്തിലും, ആ വൈദികരെ സംബന്ധിക്കുന്നതും ആ വൈദികരെ സംരക്ഷിക്കുന്ന സഭാ നേതൃത്വം മെത്രാന്മാരുടെ കാര്യത്തിലുമുള്ള കാര്യം അപ്പസ്തോലിക സിഞ്ഞത്തൂറയിലേക്കും പിന്നെ വിശ്വാസ തിരുസംഘത്തിലേക്കും പിന്നെ മെത്രാന്മാരുടെ ചുമതലയുള്ള ഇപ്പോഴത്തെ മാർപ്പാപ്പ
വഹിച്ചിരുന്ന ആ ഡിക്കാസ്റ്ററിലേക്കും റെഫർ ചെയ്യപ്പെടുകയില്ലേ? ആ ഉത്തരവുകൾ വന്നു കഴിഞ്ഞതല്ലേ? ഈ കോടതി പിരിച്ചുവിടുന്നതിന് മുമ്പ് വന്നിരിക്കുന്നതല്ലേ? അപ്പൊ അത് റെഫർ ചെയ്യപ്പെടുകയില്ലേ? ഇനി റോമയിൽ നിന്ന് നടപടി ഉണ്ടായാലും ഇല്ലെങ്കിലും ഇതെല്ലാം രേഖകളിൽ വരികയില്ലേ? സഭാ നേതൃത്വം തന്നെ കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിനെതിരായി തെറ്റ് ചെയ്തെന്ന്, അതായത് ഹെരസി, പാഷാണ്ഡത, വേദവിപരീതം ചെയ്തെന്ന് കോടതി കണ്ടെത്തിയ നിലയ്ക്ക് ആ കോടതിയെ പിരിച്ചുവിടുന്നത് തങ്ങളുടെ കുറ്റം അവർ പരസ്യമായി ഒരിക്കൽ കൂടി അംഗീകരിക്കുന്നത് വരില്ലേ? തങ്ങൾ കുറ്റക്കാരാണ്, വിശ്വാസത്തിനെതിരെ തെറ്റ് ചെയ്തിരിക്കുന്നു, വേദവിപരീതത്തിലാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ആ കണ്ടെത്തിയ കോടതി പിരിച്ചുവിട്ടാൽ അപ്പൊ അവർ കുറ്റം ചെയ്തതായിട്ട് അംഗീകരിക്കല്ലേ? അത് റോമയുടെ മുമ്പിലുള്ള കുറ്റസമ്മതമായി മാറില്ലേ? നമുക്ക് കാത്തിരുന്ന് കാണാം. കർത്താവിന്റെ കളികളാണിപ്പോ. കർത്താവിന്റെ കളികളാ. നമ്മൾ വിചാരിക്കുന്നത് സഭാ നേതൃത്വം രണ്ട് മെത്രാന്മാരുടെ കളികളാണെന്നാണ്. ഞാൻ വിചാരിക്കുന്നത് കർത്താവിന്റെ കളികളാണെന്നാണ്. അപ്പൊ ഇത് പിന്നെ മൂലക്കാട്ട് പിതാവിന്റെ ഈ കൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഞാൻ സൂചിപ്പിച്ചതൊന്ന് വിശദീകരിക്കണം. നീതിന്യായവും ഭരണ നിർവഹണവും, ഒന്ന് ജുഡീഷ്യറി, മറ്റൊന്ന് എക്സിക്യൂട്ടീവ്, പിന്നെ ജുഡീഷ്യറി. ഈ നീതിന്യായ അധികാരത്തിന്റെ സാധുത, ജുഡീഷ്യറി, അതിന്റെ പ്രസക്തി നിലനിൽക്കുന്നത് തന്നെ ഭരണനിർവഹണ വിഭാഗത്തിൽ നിന്നുള്ള അനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകില്ല എന്ന സ്വാതന്ത്ര്യത്തിലാണ്. എല്ലാ കാര്യത്തിലും ഭരണനിർവഹണം ഇടപെട്ടാൽ നീതിന്യായം സാധുവാകില്ല, നീതി ഉണ്ടാവില്ല, ന്യായം ഉണ്ടാകില്ല, പ്രസക്തി ഉണ്ടാവില്ല. നീതിന്യായ വിഭാഗത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അധികാരവും അവസരവും ഇല്ലെങ്കിൽ നീതി എന്നത് ഭരണവർഗത്തിന്റെ നിശ്ചിത താല്പര്യം മാത്രമാകും. അത് അതിനാൽ തന്നെ അനീതിയാകും. നീതിന്യായ വിഭാഗത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും ഇല്ലെങ്കിൽ എപ്പോഴും ഭരിക്കുന്ന ആളുടെ താല്പര്യങ്ങൾ, നിശ്ചിത താല്പര്യം മാത്രമാണ് വിധിയായിട്ട് വരിക. അത് വലിയ അനീതിയാണ്, പക്ഷപാതിത്വമാണ്, നേരും നിറവുമില്ലാതാകും. ഈ മൂലക്കാട്ട് പിതാവിന്റെ ഈ സസ്പെൻഷൻ കൽപ്പന മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രോട്ടോസെഞ്ചലസിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു നീതിന്യായ സ്ഥാപനത്തെയും അതിന്റെ നീതിന്യായ നടപടിയെയും പെട്ടെന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിർത്തിവെക്കുന്ന നടപടിയായി. ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രോട്ടോസെഞ്ചലസിന്റെ അധികാരമുള്ള ഒരാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കോടതിയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് മൂലക്കാട്ട് പിതാവ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രോട്ടോസെഞ്ചലസ് എന്ന അധികാരിയാണ്. അത്രയേ ഉള്ളൂ. ആ പ്രോട്ടോസെഞ്ചലസ് കൊടുത്ത പരാതി, ആ പരാതി കണ്ടപാടെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കോടതിയെ തന്നെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയെ. ഇത് വിജിലൻസ് എന്ന വാക്കിന്റെ കാനോനിക അർത്ഥത്തെ മറികടന്ന് അതിനെ നേരിട്ടുള്ള നിയന്ത്രണമാക്കി മാറ്റിയിരിക്കുന്നു. വിജിലൻസിന് പകരം കൺട്രോളിംഗ് പവറായി. വിജിലൻസ് കോടതിക്ക് പകരം കൺട്രോളിംഗ് പവറായിട്ട് മാറി മൂലക്കാട്ട് പിതാവ്. ഇത് ഈ പറഞ്ഞ അധികാരങ്ങളുടെ വേർതിരിവ്, നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യം തുടങ്ങിയ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണ്. ശരിയായ നീതി നിർവഹണത്തെ തടസ്സപ്പെടുത്തുകയാണ് മൂലക്കാട്ട് പിതാവ് ചെയ്തിരിക്കുന്നത്. നീതിയുടെ സംരക്ഷകൻ എന്ന ലേബലിൽ ഇറങ്ങിത്തിരിച്ചിട്ട് നീതിയെ പച്ചയ്ക്ക് ചവിട്ടി അരയ്ക്കുകയായിരുന്നു മൂലക്കാട്ട് പിതാവ്. ചുരുക്കത്തില് മൂലക്കാട്ടിന്റെ സുപ്പീരിയർ ട്രിബ്യൂണലിന് ചെയ്യാൻ കഴിയുന്നത് വിജിലൻസ് ആണ്. നീതി ശരിയായി നടപ്പാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷണം. അതിന് പകരം നീതി നടപ്പാക്കുന്ന കോടതിയെ സസ്പെൻഡ് ചെയ്ത് ഇല്ലാത്ത അധികാരം അൾട്രാവയേഴ്സ് പ്രയോഗിച്ചിരിക്കുന്നു. സീറോ മലബാർ സഭയിൽ ഏതാനും സംവത്സരങ്ങളായി നീതി നിഷേധിക്കപ്പെടുന്ന അനേകം സംഭവങ്ങളുണ്ടായി. അപ്പോഴൊന്നും തന്നെ ഈ മൂലക്കാട്ട് പിതാവിന്റെ നീതിബോധം ഉണർന്നില്ല. ഇപ്പോൾ സഭയിലെ തലപ്പത്തിൽ രണ്ട് മെത്രാന്മാര് തന്നെ വിശ്വാസത്തിനെതിരെ തെറ്റ് ചെയ്തെന്ന് കോടതി കണ്ടെത്തിയപ്പോൾ പെട്ടെന്ന് നീതിബോധം മുളയ്ക്കാൻ തുടങ്ങി. അതിനകത്തൊരു അഴിമതി, ദുഷിപ്പ് മണക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് മൂലക്കാട്ട് പിതാവിന്റെ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചു, അധികാരപരിധികളെല്ലാം ലംഘിച്ചു. ഒരു ജുഡീഷ്യറിയുടെ അധികാരത്തിലുള്ള ഒരാള് എക്സിക്യൂട്ടീവിന്റെ അധികാരം ഉപയോഗിച്ചു. അങ്ങനെ വളരെ ഗൗരവമായ തെറ്റുകളിലാണ് ഈ കൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട തെറ്റുകളാണ് മൂലക്കാട്ട് പിതാവ് ചെന്ന് വീണ് കിടക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ കൽപ്പനയിലെ വസ്തുതാപരമായ പിഴവുകൾ നമുക്ക് പരിശോധിക്കാം. പിഴവുകൾ, അതായത് ഉള്ളടക്കത്തിൽ വസ്തുതാപരമായ ഫാക്ച്വൽ എറേഴ്സ് എന്ന് പറയും, പിഴവുകളുണ്ട്. അത് വളരെ ഗൗരവതരമായ പിഴവുകളാണ്. ഗുരുതരമായ വൈകല്യങ്ങൾ എന്ന് പറയാം. തന്ത മന്ദബുദ്ധി, അയാളിന് ജനിച്ച കൊച്ച് അതിനേക്കാൾ ബുദ്ധിമാന്യമുള്ളത് എന്ന് പറയുന്നത് പോലെയായി. ഈ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച ഒരാള്, അതാണ് അതിന്റെ ഈ പിതാവ്, ഈ കൽപ്പനയുടെ പിതാവ്,
പുറപ്പെടുവിച്ചതോ അതിനേക്കാളും മോശമായിട്ടുള്ള ഒരു വികൃത രൂപത്തെയാണ്. അപ്പോൾ ഇല്ലാത്ത അധികാരമാണ് ഉപയോഗിച്ചത് ഇതിന്റെ ഉപജ്ഞാതാവ്. അത് പുറത്തു വന്ന കൽപ്പനയോ അതുപോലെ തന്നെ വികൃതമായി. കാരണം ഉള്ളടക്കത്തിൽ മുഴുവൻ പിഴവുകളാണ്. ചിലത് മാത്രം ചൂണ്ടിക്കാണിക്കാം. അതായത് വികലമായിട്ടാണ് ഈ കൽപ്പന രേഖപ്പെടുത്തിയിരിക്കുന്നത് അർത്ഥം. അതിനാൽ ഇതിനെ കൽപ്പന എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. വെറും പിഴവുകളുടെ ഒരു കൂട്ടം. ഒന്നാമത്തെ പിഴവ് പറയാം. ഈ ഇങ്ങനെ ഒരുപാട് പിഴവുകൾ ഉണ്ടായതുകൊണ്ട് അതിന്റെ നിയമപരമായ ശക്തി ചോർന്നുപോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കൽപ്പന എന്ന് പറയാൻ പറ്റില്ല. നിയമപരമായി നിലനിൽപ്പില്ല ഈ കൽപ്പനയ്ക്ക്. നിയമപരമായി ശക്തി ചോർന്നുപോയി. വികലമാണ്, വികൃതമാണ്. ധാർമ്മികമായി ബലക്ഷയം സംഭവിച്ചു ഈ കൽപ്പനയ്ക്ക്. അതുകൊണ്ടാണ് പെട്ടെന്ന് പിൻവലിക്കേണ്ടി വന്നത്. പാമ്പാറ പിതാവ് ചോദ്യം ചെയ്തപ്പോൾ തന്നെ അത് പിൻവലിക്കേണ്ടി വന്നു. അതിനെ മയപ്പെടുത്തേണ്ടി വന്നു. നിങ്ങൾ കേൾക്കുമെന്ന് പറയേണ്ടി വന്നു. അവിടെ പാമ്പാറാച്ചന്റെ മുമ്പിൽ കുമ്പിട്ട് ഇല്ലേ, എന്താ പറയാ, ഒരു കോടതിയുടെ ജഡ്ജി ഇതുപോലെ കുമ്പിട്ട് പോകേണ്ടി വന്നു. മുട്ടുമടക്കി നമ്മൾ പറയുന്നതിന് അർത്ഥം അതാണ്. അപ്പൊ ഒന്നാമത്തെ വസ്തുതാപരമായ പിഴവ് 1, മൗലിക അവകാശത്തിന്റെ ലംഘനം. മൗലിക അവകാശത്തിന്റെ ലംഘനം. സ്വയം പ്രതിരോധത്തിനുള്ള മൗലിക അവകാശം, യൂസ് ഡിഫൻസിയോണിസ് എന്ന് പറയും ലത്തീനില്. നമുക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പൊ ഞാൻ കുറ്റക്കാരനാണെന്ന് ആരോപിച്ചാലും എന്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് എന്നെ കേൾക്കണം. എനിക്ക് എന്നെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. അത് മൗലിക അവകാശമാണ്. മൂലക്കാട്ട് പിതാവ് ഈ കൽപ്പനയിൽ എഴുതുകയാണ്, ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിൽ നിന്നുള്ള ഔദ്യോഗിക പരാതി ലഭിച്ചു. ആ പരാതിയും അനുബന്ധ രേഖകളും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോടതിയുടെ സസ്പെൻഷൻ ഞാൻ അറിയിക്കുന്നത്, ഇതിനാൽ ആവശ്യപ്പെടുന്നത്. പാംപ്ലാനി പിതാവിൽ നിന്ന് ഔദ്യോഗികമായി പരാതി ലഭിച്ചു. ആ പരാതിയും അനുബന്ധ രേഖകളും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ ഈ കോടതിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള കൽപ്പന പുറപ്പെടുവിക്കുന്നതിന് മുൻപ് ഈ സ്പെഷ്യൽ കോടതിയെ, അതിലത്തെ ജഡ്ജിമാരെ കേട്ടോ, അവരെ ചോദ്യം ചെയ്തോ, അവരിന് വിശദീകരണം ചോദിച്ചോ, അവരുമായി ബന്ധപ്പെട്ടോ? യാതൊന്നും ചെയ്തിട്ടില്ല. ചെയ്തുവെന്ന് ഒരിടത്തും പറയുന്നുമില്ല. ഈ ഒരു കോടതി സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് അവരോടൊന്ന് കേൾക്കണ്ടേ? അവരുടെ വിശദീകരണം കേൾക്കണ്ടേ? അവരോട് വിശദീകരണം ചോദിക്കണ്ടേ? ഈ ഇന്നതാണ് പരാതി, അതിന്റെ ഉള്ളടക്കം ഇന്നതാണ്, യാതൊന്നും ഈ ചെയ്തിട്ടില്ല, ചെയ്തത് രേഖപ്പെടുത്തിയിട്ടുമില്ല. സ്പെഷ്യൽ ട്രിബ്യൂണൽ അധ്യക്ഷനായി പാമ്പാറേച്ചൻ കൊടുത്ത പ്രതിഷേധക്കുറിപ്പ്, റിമോൺസ്ട്രാസിയോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ റിമോൺസ്ട്രാസിയോ എന്ന് പറഞ്ഞ പ്രതിഷേധക്കുറിപ്പില് ഈ മാരകമായ വീഴ്ച ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ട്രിബ്യൂണലിനെ കേൾക്കാതെയാണ് അതിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടതെന്ന് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ, പാമ്പാറേച്ചന്റെ വാക്കുകൾ. ഏതൊരു ഭൗതിക വ്യക്തിക്കും എന്നതുപോലെ ഏതൊരു നിയമ വ്യക്തിക്കും കോടതി സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം പ്രയോഗിക്കുന്നതിന് ഈ പ്രത്യേക ട്രിബ്യൂണലിനെതിരെയുള്ള ആരോപണം തെളിവുകളും ഈ ട്രിബ്യൂണൽ അറിയിക്കണമായിരുന്നു. CCO 999 അത് പറയുന്നുണ്ട്. മാർ ജോസഫ് പാമ്പ്ലാനിയുടെ പരാതിയുടെ കോപ്പി ഇതുവരെയും ഞങ്ങൾക്ക് നൽകിയിട്ടില്ല. ആരോപണങ്ങളുടെയോ തെളിവുകളുടെയോ സംക്ഷിപ്ത രൂപം പോലും നൽകിയിട്ടില്ല. ഈ ട്രിബ്യൂണലിനെ കേൾക്കാതെ ഇതിന്റെ പ്രവർത്തനം സസ്പെൻഡ് ചെയ്യുന്നത് ഈ ട്രിബ്യൂണലിന്റെ പ്രവർത്തനത്തിന് അനാവശ്യമായ കാലതാമസത്തിന് ഇടയാക്കും. ഈ ട്രിബ്യൂണലിനെ കേൾക്കാതെ ഈ ട്രിബ്യൂണലിനെ സസ്പെൻഡ് ചെയ്യുന്നത് അടിസ്ഥാനപരമായ മൗലിക അവകാശത്തിന്റെ ലംഘനമാണ്. അടിസ്ഥാനപരമായ മൗലിക അവകാശത്തിന്റെ ലംഘനം. ഈ അടിസ്ഥാനപരമായ മൗലിക അവകാശത്തെ പറയുന്നത് മറുപക്ഷത്തെ കേൾക്കണമെന്നാണ്. ഔദിയാത്തൂർ എത്ത് ആൾത്തര പാർസ് എന്നാണ് ലത്തീനില്. മറ്റേ വശം കേൾക്കണമെന്ന ആക്ഷരികം. ഈ തത്വം ലംഘിച്ചിരിക്കുകയാണ് മൂലക്കാട്ട് പിതാവ്. ഇത് ഗൗരവമായ ലംഘനമാണ്. ഞാൻ പറഞ്ഞല്ലോ, മൗലികമായ അവകാശത്തിന്റെ ലംഘനമാണ്. എനിക്കെതിരെ ഒരു പരാതി വന്നു, എന്നെ കേൾക്കാതെ എനിക്കെതിരെ വിധി പ്രസ്താവിക്കുക, അതെന്തൊരു മര്യാദയാണ്? ഇത് സഭാ നിയമത്തിന്റെ ഒരു നടപടിക്രമം മാത്രമല്ലല്ലോ, നീതി എന്ന ആശയത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രകൃതി നിയമമാണ്, നാച്ചുറൽ ലോ. ആ നാച്ചുറൽ ലോ, പ്രകൃതി നിയമത്തെയാണ് മൂലക്കാട്ട് പിതാവ് ലംഘിച്ചിരിക്കുന്നത്. തങ്ങൾക്കെതിരായ ആരോപണങ്ങൾ അറിയാനും സ്വയം പ്രതിരോധിക്കാനും ഓരോ വ്യക്തിക്കും അവകാശമുണ്ട്. കോടതി പോലുള്ള നിയമപരമായ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവകാശമുണ്ട്. ഇത് CCO 24 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യം പാമ്പാറച്ചൻ ചൂണ്ടിക്കാട്ടിയ പാടെ മൂലക്കാട്ട് പിതാവ് സസ്പെൻഷൻ പിൻവലിക്കുന്ന രേഖയിൽ പറയാണ്, ഇടക്കാല ഉത്തരവ് സംബന്ധിച്ചുള്ള നിയമപ്രക്രിയ അവസാനിപ്പിക്കാനും എനിക്ക് ഉദ്ദേശമൊന്നുമില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ രേഖകളെല്ലാം പരിശോധിക്കും, കോടതിയിൽ നിങ്ങളെല്ലാം കാണും, അങ്ങകളെ നേരിട്ട് കാണും, അങ്ങയുടെ വിശദീകരണം നൽകാൻ അവസരമുണ്ടാകും. ഏത് കോടതിയെ സസ്പെൻഡ് ചെയ്തതിന്റെ പിന്നാലെ ചോദ്യം ചെയ്തപ്പോൾ മൂലക്കാട്ട് പിതാവ് എഴുതിയ കാര്യങ്ങളാണ് ഇതൊക്കെ പറയണേ. ഈ നിയമപ്രക്രിയ അവസാനിപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല, ഞാൻ രേഖകൾ പരിശോധിക്കും, കോടതിയിൽ നിങ്ങളെല്ലാം ഞാൻ കാണും, നേരിട്ട് കാണും, നിങ്ങൾക്ക് വിശദീകരണം നൽകാൻ പറ്റും. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണ്ടേ കോടതി ഉത്തരവ് പുറപ്പെടുവിക്കാൻ?
ഇങ്ങനെ പിഴവ് ചൂണ്ടിക്കാണിക്കുമ്പോഴാണോ അതിന് മലക്കം പറയേണ്ടത്? അവകാശങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ഏകപക്ഷീയമായ ഭരണപരമായ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് ആരെ ബാധിക്കുന്നുവോ ആ വ്യക്തിയെ കേൾക്കാൻ അവസരം നൽകണമെന്ന പ്രകൃതി നിയമവും കാനൂനിക നിയമവുമാണ് മൂലക്കാട്ട് പിതാവ് ലംഘിച്ചത്. അത് പിതാവിന് ബോധ്യം വന്നപ്പോൾ തിരുത്തിയിട്ടുണ്ട്. അത്രയും നല്ലത്. സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള അതിൽ പറഞ്ഞത് അത് നല്ലത്. തെറ്റ് അംഗീകരിച്ചത് അത് നന്നായി. പ്രതിരോധത്തിലുള്ള ഈ മൗലിക അവകാശം പാലിക്കുന്നതിൽ മൂലക്കാട്ട് പിതാവിന്റെ വിജിലൻസ് കോടതി പാടെ പരാജയപ്പെട്ടു. അതിനാൽ തന്നെ മൂലക്കാട്ട് പിതാവിന്റെ കൽപ്പന അടിസ്ഥാനപരമായി അനീതിയാണ്. മൂലക്കാട്ടിനെ നിരീക്ഷിക്കാൻ മറ്റൊരു വിജിലൻസ് കോടതി നിയമിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അദ്ദേഹം അത് പിൻവലിച്ചതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. മൂലക്കാട്ട് പിതാവ് ഇത് പിൻവലിച്ചതുകൊണ്ട്. പക്ഷേ വളരെ തെറ്റായ ഒരു കീഴ്വഴക്കം സൃഷ്ടിച്ചു വെച്ചിരിക്കുകയല്ലേ. വസ്തുതാപരമായി രണ്ടാമത്തെ പിഴവ് രൂപവൈകല്യം. ഏത് നിയമം, ഏത് വകുപ്പ്, ഏത് കാനൂൻ അടിസ്ഥാനം എന്നൊന്നും രേഖപ്പെടുത്താത്ത ഈ മൂലക്കാട്ട് പിതാവിന്റെ കൽപ്പന വികൃതമാണ്. പാമ്പാരസൻ രേഖാമൂലം കൊടുത്ത പ്രതിഷേധക്കുറിപ്പില് മൂലക്കാട്ട് പിതാവിന്റെ ഈ രൂപവൈകല്യം, മൂലക്കാട്ട് പിതാവിന് വെച്ചാല് അദ്ദേഹത്തിന്റെ കൽപ്പനയുടെ, മൂലക്കാട്ടിന്റെ രൂപവൈകല്യമല്ല, മൂലക്കാട്ട് പിതാവ് ഇട്ട കൽപ്പനയുടെ രൂപവൈകല്യം പാമ്പാരസൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ചൂണ്ടിക്കാണി. ഈ സസ്പെൻഷൻ, അത് കോടതി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഏത് കാനൂൻ നിയമം അനുസരിച്ചാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതിനാൽ ഈ സസ്പെൻഷന്റെ സ്വഭാവത്തെക്കുറിച്ച്, സ്പെഷ്യൽ ട്രിബ്യൂണൽ സസ്പെൻഡ് ചെയ്ത ആ സസ്പെൻഷന്റെ സ്വഭാവത്തെക്കുറിച്ച് ഈ ട്രിബ്യൂണൽ ഇരുട്ടിലാണ്, അജ്ഞതയിലാണ്. ഭരണപരമായ ഒരു നടപടി ഒരു കോടതിയെ സസ്പെൻഡ് ചെയ്യുന്നത് പോലെ ഗൌരവമായ ഒന്ന് രേഖാമൂലം നിയമം ചൂണ്ടിക്കാണിച്ച് നൽകേണ്ടതുണ്ട്. CCO 1511 അത് പറയുന്നുണ്ട്. ഇതൊരു തീരുമാനമാണെങ്കിൽ അതിന്റെ കാരണങ്ങൾ ചുരുക്കമായെങ്കിലും വിശദീകരിക്കണമെന്ന് CCO 1520 പറയുന്നുണ്ട്. പൌരസ്വത്താക്കൾക്ക് വേണ്ടി നിയമങ്ങൾ നിയമപരമായി ഉറപ്പിനും കെട്ടുറപ്പിനും അത് അത്യന്താപേക്ഷിതമാണ്. തങ്ങൾക്കെതിരായ നടപടിയുടെ നിയമപരമായ അടിസ്ഥാനം മനസ്സിലാക്കാനും ശരിയായതും വ്യക്തവുമായ പ്രതിരോധം രൂപപ്പെടുത്താനും അത് പരാതിക്കാരെ സഹായിക്കുമായിരുന്നു, അനുവദിക്കുമായിരുന്നു. ഒരു പ്രത്യേക കാനൂൻ നിയമമോ തനത് നിയമത്തിലെ ചട്ടമോ ചൂണ്ടിക്കാണിക്കാതെ ഈ രീതിയിൽ ഒരു ജനറൽ മോഡറേറ്ററായ മൂലക്കാട്ട് പിതാവ് കോടതിയെ സസ്പെൻഡ് ചെയ്തത് സംശയങ്ങൾ ജനിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഴിമതി മണക്കുന്നു. വസ്തുതാപരമായ പിഴവ് 3, ന്യായമായ കാരണത്തിന്റെ അഭാവം. മൂലക്കാട്ട് പിതാവ് കൽപ്പനയിൽ എഴുതി പരാതിയിൽ ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ട്യ അടിസ്ഥാനമുള്ളതായി കാണപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ സസ്പെൻഷൻ. പ്രഥമ ദൃഷ്ട്യ ആദ്യ നോട്ടത്തിൽ അടിസ്ഥാനമുണ്ട്. അതായത് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുന്ന തരത്തിൽ സത്യത്തിന്റെ ഒരു പ്രതീതി ജനിപ്പിക്കുന്നു എന്നാണ് ആദ്യ നോട്ടം പ്രഥമ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ അർത്ഥം. കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുന്ന തരത്തിൽ സത്യത്തിന്റെ ഒരു പ്രതീതി ഉണ്ടോ എന്നൊരു സംശയം. അതാണ് ആ പ്രഥമ ദൃഷ്ടി എന്ന് പറയണേ, ഇല്ലേ, ആദ്യ നോട്ടം എന്ന് പറയണേ. ഇതൊരു അന്വേഷണം ആരംഭിക്കുന്നതിനുള്ള മാനദണ്ഡമാണ്, ഒരു കോടതിയെ സസ്പെൻഡ് ചെയ്യാനുള്ള ലൈസൻസ് അല്ല. പ്രഥമ ദൃഷ്ട്യാ ഒരു സത്യമുണ്ടെന്ന് തോന്നുന്നു, അപ്പൊ ഒരു പുനരന്വേഷണം അല്ലെങ്കിൽ ഒരു അന്വേഷണം, ഒരു നിഗമനത്തിൽ എത്തിച്ചേരാനുള്ള വകുപ്പൊന്നും ആദ്യ നോട്ടത്തിലില്ല. അനിശ്ചിതകാല സസ്പെൻഷൻ പോലുള്ള ഗൌരവമായ നടപടിക്ക് പ്രഥമ ദൃഷ്ട്യാ ഒരു തോന്നലുണ്ടായാൽ പോരാ. ഏകപക്ഷീയമായ ഒരു പരാതി ഒറ്റ നോട്ടത്തിൽ കണ്ട് നിയമാനുസരണം സ്ഥാപിക്കപ്പെട്ട ഒരു കോടതിയെ സസ്പെൻഡ് ചെയ്യുന്നത് തിടുക്കത്തിലുള്ളതും മതിയായ നിയമപരമായ അടിത്തറയില്ലാത്തതുമായ നടപടിയാണ്. തീർത്തും ബാലിശമായ പെരുമാറ്റം മാത്രമല്ല, ഇത് അഴിമതിയും സ്വജനപക്ഷപാതവും മണക്കുന്ന പ്രവർത്തനമാണ്. ഇത് ബാലിശമല്ല, അഴിമതിയുണ്ട്, ദുഷിപ്പുണ്ട്. വസ്തുതാപരമായ പിഴവ് 4, കുറ്റവും ശിക്ഷയും തമ്മിലുള്ള അനുപാതത്തിന്റെ അഭാവം. ഈ ഒരു തേങ്ങ മോഷ്ടിച്ചു, അതിന് വധശിക്ഷ കൊടുക്കാൻ പറ്റുമോ? ഒരു തേങ്ങ മോഷ്ടിച്ചതിന് വധശിക്ഷ കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ജീവപര്യന്ത തടവ് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ കുറ്റവും ശിക്ഷയും തമ്മിൽ ഒരു പ്രൊപ്പോർഷൻ, അനുപാതം വേണം. ഒരു ചെറിയ കുറ്റത്തിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ പറ്റും, ഉത്തര കൊറിയയിൽ പറ്റും, നമ്മുടെ നാട്ടിൽ പറ്റില്ല, സഭയിൽ പറ്റില്ല. ഇത് അനിശ്ചിത കാലത്തേക്കാണ് സ്പെഷ്യൽ കോടതിയെ മൂലക്കാട്ട് പിതാവ് സസ്പെൻഡ് ചെയ്തത്. സീനെ ദിയെ എന്നാണ്, വിത്തൌട്ട് ഡിഫൈനിങ് ദ ഡേറ്റ്, വിത്തൌട്ട് മെൻഷനിങ് ദ ഡേറ്റ് എന്നാണ് അർത്ഥം. ഏത് തീയതി വരെ എന്ന് സൂചിപ്പിക്കാതെ, ഇന്ന തീയതി വരെ എന്ന് പറയാതെ, അതാണ് സീനെ ദിയെ എന്ന് പറയണേ. വിത്തൌട്ട് മെൻഷനിങ് ദ ഡേറ്റ്, അനിശ്ചിത കാലത്തേക്ക്.
തീയതി ചൂണ്ടിക്കാണിക്കാതെ സ്പെഷ്യൽ കോടതിയെ അനിശ്ചിതകാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുക. ഈ നടപടി എടുത്തതിന് മൂലക്കാട്ട് പിതാവ് ചൂണ്ടിക്കാണിച്ചത്, ഞാൻ ആ പരാതി വായിച്ചപ്പോൾ പ്രഥമ ദൃഷ്ട്യാ ഒരു സത്യമുണ്ടെന്ന് തോന്നി. പ്രഥമ ദൃഷ്ട്യാ ഒരു സത്യമുണ്ടെന്ന് തോന്നലുണ്ടായി. അതിനാണ് കോടതി സസ്പെൻഡ് ചെയ്യണത്. നീതിയുക്തമായ ഭരണത്തിന്റെ അടിസ്ഥാന ശരിയാണ് ഈ ആനുപാതികത്വം. അത് ഈ കുറ്റവും ശിക്ഷയും തമ്മിൽ ഒരു അനുപാതം വേണം. തോന്നിയ പോലെ ശിക്ഷിക്കാൻ കഴിയില്ല. ഇതൊരു തത്വമാണ്. ഈ ആനുപാതികത്വം ഒരു തത്വമാണ്. നിയന്ത്രണ നടപടികൾ നിയമാനുസൃതമായി ലക്ഷ്യം നേടുന്നതിന് ആവശ്യമായതിലും കൂടുതൽ കഠിനമാകരുത് ശിക്ഷ. ഈ നിയന്ത്രണ നടപടികളൊക്കെ ശിക്ഷാ നടപടികളൊക്കെ നിയമാനുസൃതമായി ലക്ഷ്യം നേടുന്നതിന് ആവശ്യമായതിലും കൂടുതലാകരുത്. നീതിന്യായ പ്രക്രിയയുടെ സത്യസന്ധത സംരക്ഷിക്കാൻ വേണ്ടിയാണ് താൻ കോടതിയെ സസ്പെൻഡ് ചെയ്യുന്നതെന്ന് മൂലക്കാട്ട് പിതാവ് കൽപ്പനയിൽ പറയുന്നുണ്ട്. എന്നാൽ ഒട്ടും അന്വേഷിക്കാത്ത ഒരു പരാതിയുടെ വെളിച്ചത്തില് അന്വേഷിച്ചിട്ടില്ല. അത് തെളിവെടുപ്പ് നടത്താതെ കക്ഷികളെ കേൾക്കാതെ ഒരു ശിക്ഷ നടപ്പാക്കാണ് കോടതിയെ സസ്പെൻഡ് ചെയ്യുക. എന്തൊരു വലിയ ശിക്ഷയാണ്! ഒരു പരാതി കിട്ടിയ പടെ കോടതിയെ സസ്പെൻഡ് ചെയ്യുക. ആ പരാതിയിൽ സത്യമുണ്ടെന്ന് അന്വേഷിച്ചിട്ടില്ല, തെളിവെടുത്തിട്ടില്ല, കക്ഷികളെ കേട്ടിട്ടില്ല. ഈ പരാതി എന്താണെന്ന് കക്ഷികൾ അറിയിച്ചിട്ട് പോലുമില്ല. ഇവിടെ നീതിയുടെ സത്യസന്ധത സംരക്ഷിക്കുകയാണോ മൂലക്കാട്ട് പിതാവ് ചെയ്തിരിക്കുന്നത്? അല്ല, നീതിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ് ചെയ്തിരിക്കുന്നത്. നീതിയുടെ സത്യസന്ധത സംരക്ഷിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് കോടതി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വാസ്തവത്തിൽ മൂലക്കാട്ട് പിതാവ് നീതിയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊല്ലുകയാണ്. നീതിയുടെ നിഷേധമാണിത്. ഒരു അന്വേഷണമോ ഒരു വിശദീകരണമോ ചോദിക്കേണ്ട കേസിൽ കോടതിയെ തന്നെ ഇല്ലായ്മ ചെയ്യുക, അതും പെട്ടെന്നുള്ളതും അനിശ്ചിതകാലത്തേക്കുള്ളതുമായ ഒരു അടച്ചുപൂട്ടൽ. അതിന് തത്തുല്യമായ എന്ത് കുറ്റമാണ് പാമ്പാറയുടെ കോടതി ചെയ്തത്? മൂലക്കാട്ട് പിതാവ് അനീതിയുടെയും അന്യായത്തിന്റെയും നേരും നെറിവിന്റെയും സകല ചക്രവാളവും ഭേദിച്ചിരിക്കുകയാണ്. ദേശരാഷ്ട്രത്തിൽ ഏതെങ്കിലും കോടതിയാണ് ഇത് സംഭവിച്ചതെങ്കിൽ ആ ജഡ്ജി ഈ സമയത്തിനുള്ളിൽ രാജിവെച്ചേനെ, ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കെങ്കിലും ചെയ്തേനെ. സീറോ മലബാർ സഭയിൽ നീതിയും സത്യവും വിശുദ്ധിക്ക് അന്യം നിന്ന് പോയിട്ട് നാളുകളേറെയായി. അതുകൊണ്ട് ഇതൊന്നും ഇപ്പൊ ആളുകൾ പ്രതീക്ഷിക്കുന്നില്ല. ഇനി ഒരു കാര്യം കൂടി, ഈ മൂലക്കാട്ട് പിതാവിന്റെ കൽപ്പനയിലെ നടപടിക്രമത്തിലെ ക്രമക്കേടുകൾ, നടപടിക്രമം പാലിച്ചിട്ടില്ല. വളരെ അപകടകരമായ കീഴ്വഴക്കമാണിത്. അപകടകരമായ കീഴ്വഴക്കം. മൂലക്കാട്ട് പിതാവിന്റെ കൽപ്പനയുടെ ആന്തരിക യുക്തി, ആ കൽപ്പനയിൽ ആന്തരിക യുക്തിയില്ല, ഉണ്ടെങ്കിൽ തന്നെ പരസ്പര വിരുദ്ധമാണ്. സഭയിലെ നീതി നിർവഹണത്തിന് അപകടകരമായ കീഴ്വഴക്കം സൃഷ്ടിക്കുന്നതാണ് മൂലക്കാട്ട് പിതാവിന്റെ കൽപ്പന. നീതിന്യായ പ്രക്രിയയുടെ സത്യസന്ധത സംരക്ഷിക്കുകയാണ് തന്റെ കടമയെന്ന് പറയുകയും, എന്നാൽ അദ്ദേഹം ഉപയോഗിക്കുന്ന രീതി തന്നെ അടിസ്ഥാനപരമായി സത്യമോ സത്യസന്ധതയോ ഇല്ലാത്തതുമാണ്. അതിനാൽ അദ്ദേഹത്തിന്റെ നീതിന്യായ പ്രക്രിയ തന്നെ ചീറ്റിപ്പോകുകയാണ്. ക്രമക്കേടുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകാം. ഒരു പരാതി പരിശോധിക്കാതെ പ്രഥമ ദൃഷ്ട്യാ വിധി പ്രസ്താവിക്കുക, മറുപക്ഷത്തെ കേൾക്കാതെ വിധി പ്രസ്താവിക്കുക. 2, അതായത് മൗലികമായ അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ഈ പ്രതിക്കൂട്ടം നിൽക്കുന്ന ആളുടെ, അത് കോടതിയോ ആളാകട്ടെ. പിന്നെ നിയമപരമായ അടിത്തറ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ താനും ചെയ്യുന്ന പറഞ്ഞിട്ടില്ല. ഒരു തെളിവും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ശിക്ഷ കൊടുത്തിരിക്കുന്നതോ ഈ പരാതി കിട്ടി അതിന്റെ സത്യമൊന്നും അറിയാതെ കോടതിയെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞ വളരെ മാരകമായ ശിക്ഷ വിധിച്ചിരിക്കുന്നു. തീർന്നില്ല, ഏകപക്ഷീയമായി തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു. നീതിയുടെ നിർവചന പ്രകാരം തന്നെ സത്യസന്ധതയിലാണ് പെരുമാറിയിരിക്കുന്നത് മൂലക്കാട്ട് പിതാവിന്റെ കൽപ്പന, ഈ കോടതിയുടെ കൽപ്പന. അതിനാൽ ഇതിലെ മുഴുവൻ സംഗതികളും ക്രമക്കേടുകൾ. സ്വാഭാവികമായിട്ടും പ്രതിഷേധക്കുറിപ്പ് കിട്ടിയ പാടെ ഈ മൂലക്കാട്ട് പിതാവിന്റെ കോടതി ഞെട്ടി അമ്പരന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ മറുപടി കൊടുത്തത്, ഈ കോടതിയെ സസ്പെൻഡ് ചെയ്യാനെന്ന് എനിക്ക് താല്പര്യമില്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇടക്കാല ഉത്തരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിർദ്ദേശം നൽകിയത്. ട്രിബ്യൂണലിന് മുന്നോട്ട് പോകാം, ഞാൻ സസ്പെൻഡ് ചെയ്തിട്ടില്ല. മാത്രമല്ല, ഈ നിയമപ്രക്രിയ അവസാനിപ്പിക്കാനെന്ന് എനിക്ക് ഉദ്ദേശമില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ രേഖകളൊക്കെ പരിശോധിക്കും, കോടതിയിൽ അംഗങ്ങളെയെല്ലാം ഞാൻ കേൾക്കും, നിങ്ങളുടെ വിശദീകരണം കേൾക്കും എന്നെല്ലാം പറഞ്ഞ് ഈ കൽപ്പനയ്ക്ക് തകടം പറഞ്ഞ് മലക്കം പറഞ്ഞ് മൂലക്കാട്ട് പിതാവിന്റെ പ്രസ്താവന ഇന്നലെ വന്നു.
9/8 ഓഗസ്റ്റ് 9 മാസത്തിലുണ്ടായ അതിന് മറുപടിയായിട്ട് ഇന്നലെ മിനിഞ്ഞാന്നാണ് മൂലക്കട്ട പിതാവിന്റെ ഈ മലക്കം പറഞ്ഞുള്ള പ്രസ്താവന വന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരു കോടതി എത്രയോ നിരുത്തരവാദപരമായിട്ടാണ്, അതായത് മൂലക്കട്ട പിതാവിന്റെ കോടതി എത്രയോ നിരുത്തരവാദപരമായിട്ടാണ് ഒരു സ്പെഷ്യൽ കോടതി അത് തെളിവുകളും സിറ്റിംഗ്സും എല്ലാം വെച്ച് വളരെ നീതിപൂർവ്വം നടക്കുന്ന ഒരു കോടതിയെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ള വളരെ ഗൗരവമായ ഒരു കാര്യം ഒരു വിജിലൻസ് കോടതി, മൂലക്കട്ടപ്പിന്റെ വിജിലൻസ് കോടതി ചെയ്യുക തീർത്തും ബാലിശമായിട്ടും നീതിരഹിതമായിട്ടും. ഈ പറഞ്ഞ ക്രമക്കേടുകള്, പാകപ്പിഴകള്, പിഴവുകള്, അങ്ങനെ എല്ലാം. എന്താണ് മൂലക്കാട്ട് പിതാവിനെ ഇത് പ്രേരിപ്പിച്ചത് അവരുടെ ഇടയിലെ 2 മെത്രാന്മാരാണ് പ്രതിക്കൂട്ടില്. ആ പ്രതിക്കൂട്ടിലല്ല ശരിക്കും നിൽക്കുന്നത്, കുറ്റക്കാരായിട്ട് വിധിക്കപ്പെട്ട് നിൽക്കുകയാണ്. പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ കുറ്റക്കാരുടെ കോടതി ഉത്തരവ് പ്രകാരം കുറ്റക്കാരുടെ വിധിക്കപ്പെട്ട് നിൽക്കുകയാണ്. അതില് ആ വിധിക്കപ്പെട്ട കുറ്റക്കാരായ മെത്രാന്മാരോട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തെറ്റുകൾ തിരുത്തൂ എന്ന് പറയേണ്ടതിന് പകരം, അപ്പോഴല്ലേ നീതി നടപ്പാകുക എന്ന് പറയേണ്ടതിന് പകരം, അവര് കുറ്റക്കാരാണ് എന്ന് ചൂണ്ടിക്കാണിച്ച പാമ്പാറച്ചനെ കോടതിയെ സസ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുക. പാമ്പാറച്ചൻ അത് ചോദ്യം ചെയ്തപ്പോൾ ആ കൽപ്പന അങ്ങനെ തന്നെ മലക്കം പറഞ്ഞ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയാ. വളരെ നിരുത്തരവാദപരമായി പെരുമാറുന്നു, ബാലിശമായി പെരുമാറുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എവിടെയോ അഴിമതി മണക്കുന്നുണ്ട്, സ്വജന പക്ഷപാതം മണക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിനായി തുറവിയുള്ള ഒരവസ്ഥ സഭയിൽ സംജാതമാകണം. ഇല്ലെങ്കിൽ ഇതിനപ്പുറവും സംഭവിക്കും. നമ്മൾ ഇതിനേക്കാൾ വലിയ കാര്യങ്ങളെല്ലാം കേൾക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ വിസ്മയിക്കേണ്ട കാര്യമില്ല, ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. കാരണം അത്തരം വളരെ അധപതിച്ച ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളെ നയിക്കുന്ന നേതാക്കന്മാര്. അധപതിക്കാന്ന് പറഞ്ഞാല് അതിന്റെ ഏറ്റവും ഈ അധപതനത്തിന്റെ നെല്ലിപ്പലയും കണ്ടു നിൽക്കുകയാണ്. അത്രയും മോശമായ ഒരു അവസ്ഥയിലാണ്. നമുക്ക് സങ്കടമുള്ള സംഗതിയാണിത്. പക്ഷേ നമ്മുടെ അപ്പൻ ചീത്തയായാൽ, മോശമായാൽ നമുക്കെന്താ ചെയ്യാൻ കഴിയുക? പ്രാർത്ഥിക്കാം, തിരുത്താം, അല്ലേ, ഉപദേശിക്കാം, അങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. സാധാരണ മാതാപിതാക്കളെ മക്കളെയാണ് ശാസിക്കുന്നതൊക്കെ. ഇപ്പോൾ മാതാപിതാക്കളെ ശാസിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മുടെ സഭ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതായാലും നമുക്ക് പ്രത്യാശ കൈവിടാതെ പ്രാർത്ഥിക്കാം. ബേസിക്കായി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആവർത്തിക്കുക. ഇത് മെത്രാന്മാരെ കളികളാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് കർത്താവിന്റെ കളികളാണ്. കർത്താവ് അവരെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പൊ ആ കളികൾ കഴിഞ്ഞ് അതിന്റെ ഒരു പര്യവസാനം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കർത്താവ് അങ്ങനെയാണല്ലോ ചെയ്യുക. നമുക്ക് കർത്താവിന്റെ ഇടപെടലിനായി കാത്തിരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഉളുപ്പുണ്ടോ, നാണമുണ്ടോ മെത്രാന്മാരെ? നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പോയി. നിങ്ങൾക്ക് കുമ്പസാരം കേൾക്കാൻ ഫാക്കൽറ്റി ഇല്ലാത്തവൻ കുമ്പസാരം കേൾക്കുക, എന്നിട്ട് അവനെ സംരക്ഷിക്കുക. കല്യാണം ആശീർവദിക്കാൻ ഫാക്കൽറ്റി ഇല്ലാത്തവൻ കല്യാണം ആശീർവദിക്കുക, എന്നിട്ട് അവനെ സംരക്ഷിക്കുക. കൂദാശികൾ പരികർമ്മം ചെയ്യാൻ ഫാക്കൽറ്റി ഇല്ലാത്തവര് കൂദാശികൾ പരികർമ്മം ചെയ്യുക, എന്നിട്ട് അവരെ സംരക്ഷിക്കുക. ഉളുപ്പുണ്ടോ, നാണമുണ്ടോ നിങ്ങൾക്ക്? വിശ്വാസമുണ്ടോ? കർത്താവിൽ വിശ്വാസമുണ്ടോ? കുർബാനിൽ വിശ്വാസമുണ്ടോ? കൂദാശ വിശ്വാസമുണ്ടോ? ഏതെങ്കിലും ഒരു മെത്രാനെങ്കിലും എഴുന്നേറ്റെന്ന് പറയാൻ പറ്റിയോ ഇത് ചെയ്യുന്നത് ശരിയല്ലെന്ന്? ഈ കുമ്പസാരം കേൾക്കാൻ ഫാക്കൽറ്റി ഇല്ലാത്തവൻ കുമ്പസാരം കേട്ടു, കല്യാണം ആശീർവദിക്കാൻ ഫാക്കൽറ്റി ഇല്ലാത്തവൻ കല്യാണം ആശീർവദിച്ചു, കൂദാശകൾ പരികർമ്മം ചെയ്യാൻ ഫാക്കൽറ്റി ഇല്ലാത്തവൻ അതൊക്കെ ചെയ്തു. ഒരു അൽമായം ചെയ്യുന്നത് പോലെയുള്ള ഫലം അതിനകത്തുള്ളൂ. അവരെ ശിക്ഷിക്കണമെന്ന് സഭാകോടതി, പക്ഷേ അവരെ സംരക്ഷിക്കണമെന്ന് മെത്രാന്മാര്. എന്തിന്? നിങ്ങളുടെ കൂടെയുള്ള പാമ്പ്ലാനിയെ സംരക്ഷിക്കാൻ അല്ലേ? നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പോയി ചത്തൂടെ നിങ്ങൾക്ക്. കുറ്റകൃത്യങ്ങളിലാണ് ഇപ്പോൾ മെത്രാൻ കൂട്ടായ്മ, ദ കൊളേജിയാലിറ്റി ഓഫ് ദ ബിഷപ്സ്. കുറ്റകൃത്യങ്ങളില് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് മുന്നേറ്റക്കാര് പറഞ്ഞത് തെറ്റ് ചെയ്യാനും കുർബാന നിന്ദിക്കാനുമാണ്. ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് വിമത വൈദികര് പറഞ്ഞത് തെറ്റ് ചെയ്യാനും കുറ്റകൃത്യം ചെയ്യാനും കുർബാനയെ നിന്ദിക്കാനുമാണ്. അത് ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വിമതരും മുന്നേറ്റക്കാരും ജയിച്ചു നിൽക്കുന്നത് കണ്ട്
ഹരം പിടിച്ചിട്ട് ഇപ്പോൾ മെത്രാന്മാര് കുറ്റകൃത്യം ചെയ്യാനും കുർബാന നിന്ദിക്കാനും ഒറ്റക്കെട്ടായി മാറിയിരിക്കുന്നു. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? നാണമുണ്ടോ നിങ്ങൾക്ക്? വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? പാപബോധമുണ്ടോ നിങ്ങൾക്ക്? കുർബാന കൂദാശയെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ മെത്രാന്മാരാണോ? നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പോയി ചത്തൂടെ നിങ്ങൾക്ക്? കള്ളന്മാരെ സംരക്ഷിക്കുക, സ്വർണം കട്ടെടുക്കുന്നവനെ സംരക്ഷിക്കുക, പണം കട്ടെടുക്കുന്നവനെ സംരക്ഷിക്കുക, കൂദാശ വിലക്കുള്ളവനെ സംരക്ഷിക്കുക, കോടതി ഉത്തരവ് ലംഘിക്കുക, പിന്നെയും ലംഘിക്കുക, പിന്നെയും ലംഘിക്കുക. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പോയി ചത്തൂടെ നിങ്ങൾക്ക്? സഭാകോടതി പിരിച്ചുവിടാൻ നോക്കുക, കോടതി സസ്പെൻഡ് ചെയ്യാൻ നോക്കുക, മരിക്കാൻ പറ്റുമെന്ന് നോക്കുക, അതിൽ പരാജയപ്പെടുക, അപ്പൊ വാക്ക് മാറ്റുക. അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെയാണ് പറഞ്ഞത്, ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. പോയി ചത്തൂടെ നിങ്ങൾക്ക്. നാടൻ ഭാഷയിൽ ഞാൻ ഉപയോഗിക്കാണ് കേട്ടോ. കുർബാനയെ പരസ്യമായി നിന്ദിച്ചവരെ സംരക്ഷിക്കുക, മതഭക കയ്യേറിയ പെണ്ണുങ്ങളെ സംരക്ഷിക്കുക, ആഭിചാര കുർബാന അർപ്പിച്ചവരെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുക, വൈദികനെ ആക്രമിച്ചവരെ സംരക്ഷിക്കുക. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? നാണമുണ്ടോ നിങ്ങൾക്ക്? വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ആരെയാണ് തോൽപ്പിക്കാൻ നോക്കുന്നത്? നിങ്ങൾ ആരെയാണ് സംരക്ഷിക്കാൻ നോക്കുന്നത്? നിങ്ങൾ ആരുടെ ഇടയന്മാരാണ്? നിങ്ങളെ പിതാവെന്ന് വിളിക്കുന്ന ജനം ഇതൊന്നും കാണുന്നില്ലെന്നാണ് വിചാരം. ജനപ്പ് എന്താ പറയുന്നറിയോ? നിങ്ങളെ കാണുമ്പോൾ ഗോവിന്ദച്ചാമിയെ കാണുന്നത് പോലുള്ള അറപ്പാണെന്ന്. നിങ്ങളെ കാണുമ്പോൾ ഗോവിന്ദച്ചാമിയെ കാണുമ്പോഴുള്ള അറപ്പാണ് ഞങ്ങൾക്ക്. നിങ്ങളുടെ പേരുകള് കയ്യഫാസിന്റെ ഒപ്പവും പീലാത്തോസിന്റെ ഒപ്പവും യൂദാസിന്റെ ഒപ്പവുമാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുക. മറിച്ച് വേണമെങ്കിൽ ഈ മെത്രാൻസിനിടയില്, ഈ യോഗസമത്തിൽ മെത്രാൻസിനിടയില് നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കാണ്ട്, തെറ്റിനെ ന്യായിക്കുന്ന ഒറ്റക്കെട്ടായി നിൽക്കാതെ നീതിക്കും ന്യായത്തിനും വിശ്വാസത്തിനും കർത്താവിനും സഭയ്ക്കും വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക. അങ്ങനെ ഒരു മെത്രാനെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു മെത്രാനെങ്കിലും വാക്കൌട്ട് നടത്തിയാൽ, തെറ്റിന് കൂട്ടുനിൽക്കാൻ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് ഒരു മെത്രാനെങ്കിലും വാക്കൌട്ട് നടത്തി സമൂഹത്തിന് മുമ്പാകെ വന്നിട്ട് അവിടെ നടക്കുന്ന തെറ്റാണെന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ശുദ്ധീകരണം വരും. ഇനിയും വൈകിട്ടില്ല. ഇതാണ് സമയം. ഈ സിനഡാണ് തെറ്റിത്തിരുത്താനുള്ള അവസരം. മാനസാന്തരപ്പെടാനുള്ള സമയം ഇപ്പോഴാണ്. ഇതാണ് രക്ഷയുടെ സമയം. ഇതാണ് രക്ഷയുടെ സമയം. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് നിങ്ങളുടെ ആധ്യാത്മിക മക്കളായി ഞങ്ങള് കേണപേക്ഷിക്കുകയാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. രണ്ടാം അക്വീനാസ് മലങ്കരയിൽ നിന്ന് എല്ലാ കാര്യത്തിലും പാശ്ചാത്യ സഭ, ലത്തിൻ സഭ അങ്ങനെ ക്രെഡിറ്റ് എടുക്കണ്ട. നിങ്ങൾക്ക് മാത്രമല്ല, പൗരസ്ത്യ കൽദായരായ ഞങ്ങൾക്കുമുണ്ട് ഒരു തോമസ് അക്വീനാസ്, ഒരു അഭിനവ തോമസ് അക്വീനാസ്. അതിനാൽ ഈ മഹാസമ്മേളനത്തിൽ ഈ ലോകം കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ ഏറ്റവും വലിയ പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. പക്ഷേ ഈ പ്രഖ്യാപനത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും മനസ്സിലാക്കണമെങ്കിൽ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്കിലേ ഈ മഹാപ്രസ്ഥാനം നടത്തുന്ന ഈ മഹാപ്രഖ്യാപനത്തിന്റെ ഇമ്പാക്ട് നിങ്ങൾക്ക് മനസ്സിലാകൂ. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്? ഒന്നാം അക്വീനാസ് 13-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. രണ്ടാം അക്വീനാസ് 21-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ 7 നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ കൺമണിയാണ് രണ്ടാം അക്വീനാസ്. പാശ്ചാത്യ തത്വജ്ഞാനിയായിരുന്നു ഒന്നാം അക്വീനാസ്. പാശ്ചാത്യ തത്വജ്ഞാനി. പൗരസ്ത്യ തത്വജ്ഞാനത്തിന്റെ അന്തകനാണ് രണ്ടാം അക്വീനാസ്. ഈ ഒന്നാം അക്വീനാസ്, തോമസ് അക്വീനാസ് എന്ന് പറയുന്ന ആള് പൗരസ്ത്യ വേദശാസ്ത്രിയായിരുന്നു. പാശ്ചാത്യ വേദശാസ്ത്രി. രണ്ടാം അക്വീനാസ് പൗരസ്ത്യ ദൈവശാസ്ത്രത്തിന്റെ ഘാതകനാണ്, കൊന്നുകളയുന്നവൻ. ഒന്നാം അക്വീനാസ് സഭയുടെ വേദപാരംഗതനായിരുന്നു. രണ്ടാം അക്വീനാസ് സഭയുടെ വേദങ്ങളെ കടലിൽ എറിഞ്ഞവനാണ്. ഒന്നാം അക്വീനാസിനെ സഭയുടെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചത് മാർപ്പാപ്പയാണ്.
രണ്ടാം അക്വീനാസിനെ അക്വീനാസായി പ്രഖ്യാപിച്ചത് ചെറിയൊരു വോട്ടിന് പാപ്പാസ്ഥാനം കിട്ടാതെ പോയവനാണ്. ഇറ്റലിയിലെ മോന്തക്കസീനോ എന്ന സ്ഥലത്താണ് ഒന്നാം അക്വീനാസ് ജനിച്ചത്. ഇറ്റലിയിലെ മോന്തക്കസീനോ. രണ്ടാം അക്വീനാസ് ജനിച്ചത് ചാരലിയിലെ മോന്തക്കുശീനോ എന്ന സ്ഥലത്താണ്. അക്വീനാസിന്റെ സഹോദരന്മാര് അക്വീനാസിനെ തട്ടിയെടുത്ത് കോട്ടയിൽ തടവിൽ പാർപ്പിച്ചു, അച്ഛനാകാതിരിക്കാൻ. രണ്ടാമനെ സർപ്പക്കുഞ്ഞുങ്ങൾ ചുറ്റുനിന്ന് തോമാക്കുന്നിൽ സംരക്ഷിക്കുന്നു. ഒന്നാം അക്വീനാസിനെ അച്ഛനാകിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരു യുവസുന്ദരിയെ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കടത്തിവിട്ടു. ഇങ്ങനെ ഒരു കാര്യം രണ്ടാം അക്വീനാസിന്റെ കാര്യത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെയും അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടില്ല. ഇനി കണ്ടെത്തിയാലും ആ അന്വേഷണ കമ്മീഷനെ സസ്പെൻഡ് ചെയ്യാനായിട്ട് വേറെ ആളുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ ഭാഗം പൂരിപ്പിക്കാതെ വിട്ടിരിക്കുകയാണ്. ചരിത്രകാരന്മാർ അത് ചെയ്യട്ടെ. അങ്ങനെ ഇറക്കിവിട്ട പെണ്ണിനെ ഓടിക്കാൻ അക്വീനാസ്, ഒന്നാം അക്വീനാസ് ഒരു തീക്കൊള്ളിയെടുത്ത് വീശുന്നുണ്ട്. രണ്ടാം അക്വീനാസ് സഭാ കോടതിയെ കെട്ടുകെട്ടിച്ച് ഓടിക്കാൻ അംശവെടി വീശുന്നു. കയറിൽ കെട്ടിയിറക്കിയ ഒരു കൊട്ടയിലാണ് കോട്ടയ്ക്ക് പുറത്തേക്ക് ഒന്നാം അക്വീനാസിനെ കൊണ്ടുവന്നത്. ഇങ്ങനെ ഒരു തടവിലിട്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ ഒരു കയറിൽ കെട്ടിയിറക്കിയ കൊട്ടയിലാണ് ഈ കോട്ടയ്ക്ക് പുറത്തേക്ക് ഒന്നാം അക്വീനാസിനെ കൊണ്ടുവന്നത്. കെട്ടിയിറക്കൽ സ്ഥിരം പരിപാടിയാക്കിയ ആളാണ് രണ്ടാം അക്വീനാസ്. ഏറെ സംസാരിക്കാറില്ല. ഈ മിണ്ടാത്ത കാള എന്നാണ് ഒന്നാം അക്വീനാസിനെ വിളിച്ചിരുന്നത്. അധികം സംസാരിക്കാറില്ല. വായ് പൂട്ടാത്ത കാളയുടെ അമറൽ കൊണ്ട് പ്രസിദ്ധനായവനാണ് രണ്ടാം അക്വീനാസ്. ബിരുദം നൽകുന്നതിനെ കുറിച്ച് തർക്കമുണ്ടായിട്ടുണ്ട് ഒന്നാം അക്വീനാസിന്റെ കാര്യത്തില്. വ്യാജ ബിരുദം തന്നെ നൽകാനായി ഒരു കലാലയം തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ആളാണ് രണ്ടാം അക്വീനാസ്. സ്വാഭാവിക ദൈവശാസ്ത്രം ആണ് ഈ അക്വീനാസ് പഠിപ്പിച്ചിരുന്നതെന്നാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഫേമസ്. ഒന്നാം അക്വീനാസ് സ്വാഭാവിക ദൈവശാസ്ത്രം. ആ സ്വാഭാവിക ദൈവശാസ്ത്രത്തിന്റെ വക്താവാണ് രണ്ടാം അക്വീനാസ്. അൺനാച്ചുറൽ, അസ്വാഭാവിക ദൈവശാസ്ത്രം. തോമിസം എന്നാണ് ഒന്നാം അക്വീനാസിന്റെ ദൈവശാസ്ത്രം അറിയപ്പെടുന്നത്. തോമിസം എന്നാണ്. തോമസ് അക്വീനാസ്, തോമിസം. രണ്ടാം അക്വീനാസിന്റെ തത്വചിന്ത അറിയപ്പെടുന്നത്, ദൈവശാസ്ത്രം അറിയപ്പെടുന്നത് പാമ്പിസം എന്നാണ്. പാമ്പിസം. സുമ്മ തിയോളജിക്ക അതാണ് ഈ ഒന്നാമത്തെ അക്വീനാസിന്റെ, തോമസ് അക്വീനാസിന്റെ വലിയ ഗ്രന്ഥ സമാഹാരങ്ങളുടെ പേര് സുമ്മ തിയോളജിക്ക എന്ന് പറഞ്ഞാല് ദൈവശാസ്ത്രത്തിന്റെ പരകോടി എന്നാണ് അർത്ഥം. സുമ്മ തിയോളജിക്ക. രണ്ടാം അക്വീനാസിന്റെ ദൈവശാസ്ത്രം അറിയപ്പെടുന്നത് ചുമ്മ തിയോളജിക്ക എന്നാണ്. ചുമ്മ തിയോളജിക്ക. ഈ ഒന്നാം അക്വീനാസിന്റെ, തോമസ് അക്വീനാസിന്റെ ഒരു പ്രസിദ്ധമായ രചനയാണ് സുമ്മ കോൺട്ര ജെന്റീലസ്. വിജാതിയർക്കെതിരെയുള്ള വാദങ്ങളുടെ പരകോടി എന്നാണ് അതിന്റെ അർത്ഥം. സുമ്മ കോൺട്ര ജെന്റീലസ്. ഈ രണ്ടാം അക്വീനാസിന്റെ ആ കൃതികൾ അറിയപ്പെടുന്നത് ചുമ്മ കോണാൻ ജെനിറ്റാലിസ് എന്നാണ്. സത്യത്തെക്കുറിച്ചുള്ള വിവാദ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം തന്നെ തോമസ് അക്വീനാസ് രചിച്ചിട്ടുണ്ട്. ഈ രണ്ടാം അക്വീനാസ് അസത്യത്തെ സത്യമാക്കാനുള്ള ധാരാളം കുറുക്ക് വഴികൾ രചിച്ചിട്ടുണ്ട്. അസത്യത്തെ സത്യമാക്കാനുള്ള കുറുക്ക് വഴികൾ. തോമസ് അക്വീനാസ് എന്ന് പറയുന്ന വിശുദ്ധൻ, അദ്ദേഹം വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള മനോഹര ഗീതങ്ങൾ രചിച്ചിട്ടുണ്ട്. കുർബാനയെക്കുറിച്ചുള്ള അനേകം വിവാദ സർക്കുലറുകൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട് രണ്ടാം അക്വീനാസ്. മാലാഖയെ പോലുള്ള ജ്ഞാനി എന്നാണ് തോമസ് അക്വീനാസ് അറിയപ്പെടുന്നത്. ഒന്നാം അക്വീനാസ് ദുർഭൂതത്തെ പോലെയുള്ള അജ്ഞാനി എന്നാണ് രണ്ടാം അക്വീനാസ് അറിയപ്പെടുന്നത്. സാർവത്രിക വേദശാസ്ത്രി എന്നാണ് ഒന്നാം അക്വീനാസ്, തോമസ് അക്വീനാസ് അറിയപ്പെടുന്നത്. സാർവത്രിക വേദശാസ്ത്രി. കണ്ണൂരുകാരൻ അർത്ഥശാസ്ത്രി എന്നാണ് രണ്ടാം അക്വീനാസ് അറിയപ്പെടുന്നത്. കണ്ണൂരുകാരൻ അർത്ഥശാസ്ത്രി. പാപ്പായുടെ ദൈവശാസ്ത്രജ്ഞൻ എന്ന് തോമസ് അക്വീനാസ്, ഒന്നാം അക്വീനാസ് അറിയപ്പെട്ടിരുന്നു. റപ്പായയുടെ ദൈവശാസ്ത്രജ്ഞൻ എന്നാണ് രണ്ടാം അക്വീനാസ് അറിയപ്പെടുന്നത്. ഫ്രാൻസിസ്കൻസുമായി തോമസ് അക്വീനാസിന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പൗരത്യ സഭയുമായി രണ്ടാം അക്വീനാസിന് പ്രശ്നങ്ങളുണ്ട്. 10 കൽപ്പനകളെക്കുറിച്ചുള്ള പ്രസംഗം അതിപ്രശസ്തമാണ് തോമസ് അക്വീനാസിന്റെ, ഒന്നാം അക്വീനാസിന്റെ. രാഷ്ട്രീയ മലക്കം മറിച്ചിലുകൾക്ക്
ദുഷ്കീർത്തി കേട്ടവനാണ് രണ്ടാം അക്വിനാസ്. കുർബാനയെ അങ്ങേയറ്റം സ്നേഹിച്ചവനാണ് തോമസ് അക്വിനാസ്, ഒന്നാം അക്വിനാസ്. അത്രയൊന്നും കുർബാനയെ സ്നേഹിക്കേണ്ട കാര്യമില്ലെന്ന് എറണാകുളത്തെ പഠിപ്പിച്ചവനും ലോകത്തെ മുഴുവൻ പഠിപ്പിച്ചവനുമാണ് രണ്ടാം അക്വിനാസ്. വിശ്വാസം സംരക്ഷിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് തോമസ് അക്വിനാസിന്. വിശ്വാസം സംരക്ഷിക്കുന്നവരെ പീഡിപ്പിക്കാൻ രണ്ടാം അക്വിനാസിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. പാപ്പായുടെ കൂടെ നിന്നവൻ എന്നാണ് തോമസ് അക്വിനാസ് അറിയപ്പെട്ടിരുന്നത്. മാർപ്പാപ്പയുടെ കൂടെ നിന്നവൻ, മാർപ്പാപ്പ വിരുദ്ധരുടെ കൂടെ എപ്പോഴും നിൽക്കുന്നവൻ എന്നാണ് രണ്ടാം അക്വിനാസ് അറിയപ്പെടുന്നത്. ചുരുക്കത്തില് ഈ വിശുദ്ധ തോമസ് അക്വിനാസുമായി തട്ടിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തെക്കാളും വളരെ ഉയർന്ന ഡിഗ്രിയിൽ നിൽക്കുന്ന ഒരാളാണ് രണ്ടാം അക്വിനാസ്. ഈ വിശുദ്ധ തോമസ് അക്വിനാസ് മരിച്ചതിന് ശേഷം ഒരു 50 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ അംഗീകരിക്കപ്പെട്ടു വന്നത്. ചത്ത് മരിച്ചതിന് ശേഷം അംഗീകാരം നൽകിയിട്ട് എന്ത് കാര്യമെന്നാണ് മലയാളികൾ എപ്പോഴും ചോദിക്കുന്നത്. വിശുദ്ധ തോമസ് അക്വിനാസ് മരിച്ചിട്ട് 50 കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ഇത്ര വലിയ ആളായിരുന്നൊക്കെ മനസ്സിലാക്കിയത്. ചത്ത് മരിച്ചതിന് ശേഷം അംഗീകരിച്ചിട്ട് എന്ത് കാര്യം എന്ന് മലയാളികൾ എപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രണ്ടാം അക്വിനാസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേണ്ടേ? എന്നാലല്ലേ ഒരു അംഗീകാരമാവുള്ളൂ. ഈ കാരണങ്ങളാൽ കത്തോലിക്കാ സഭയിലെ രണ്ടാമത്തെ വലിയ സഭയായ ഞങ്ങള് ആദി സർപ്പത്തിന്റെ പിന്തുടർച്ചയിലുള്ള പാമ്പിനെ, മലങ്കരയുടെ അഭിമാനമായ അണലി സന്തതിയെ രണ്ടാം അക്വിനാസായി പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രഖ്യാപനത്തിന്റെ പകർപ്പ് റോമായിൽ എത്തിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ പുതിയ കച്ചേരിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഈ രണ്ടാം അക്വിനാസിനെ കുടിയിരുത്താനുള്ള രൂപക്കൂട് പണിയാൻ പറയപ്പെട്ട പന്തിരികുലത്തിലെ അംഗമായ ഉളിയന്നൂർ പെരുന്തച്ചന്റെ വംശപരമ്പരയിൽ വരാഹമൂർത്തി രാമനാശാരിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നിലമ്പൂരിലെ കാടുകളിൽ നിന്നുള്ള തേക്കിൻ തടി ഉപയോഗിച്ചാണ് രൂപക്കൂട് പണിയുന്നത്. ആ നിലമ്പൂരിലെ കാടുകളിൽ നിന്നുള്ള വലിയ തേക്കിൻ തടി കൊണ്ടുവരാൻ 53 കൊമ്പനാനകളെയും ഒരു കുങ്കിയാനയെയും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഈ ആനകളെല്ലാം സ്വരൂപിച്ച് കൊണ്ടുവരാനുള്ള കാലതാമസം അല്പം നേരിടുമെന്ന് വ്യസന സമേതം അറിയിച്ചു കൊള്ളുകയാണ്. അതെല്ലാം തയ്യാറായാൽ, ഈ രൂപക്കൂട് തയ്യാറായാൽ വലിയ സ്വീകരണം ഒരുക്കി പാലാക്കുന്നിലേക്കായിരിക്കും ആദ്യത്തെ സ്വീകരണം. പാലാക്കുന്നിന് മുകളിലേക്ക് അങ്ങനെ ആനയിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ നിന്നായിരിക്കും തോമാക്കുന്നിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നത്. തുടർന്ന് ഭക്തജനങ്ങൾക്ക് മോതിരം മുത്താനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. മോതിരം മുത്താനായി മുന്നേറ്റക്കാർ തള്ളിക്കയറാൻ സാധ്യതയുണ്ട്. അത് നിയന്ത്രിക്കാനായിട്ട് ഞെറിൻ രായനാദികൾ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മുന്നേറ്റക്കാരുടെ ഇടയിലെ പെണ്ണുങ്ങള് ആവേശം മൂത്ത് സൂംബ ഡാൻസ് ചെയ്യുന്നതായിരിക്കും. അതിന് താളം പിടിക്കാൻ നല്ല വശമുള്ള ആഭിചാര കുർബാന അർപ്പിച്ച വൈദിക കിങ്കരന്മാർ നേതൃത്വം കൊടുക്കേണ്ടതാണ്. ഇനിയും മറ്റുള്ള അറിയിപ്പുകൾ പിന്നാലെ വരുന്നതായിരിക്കും. ഇന്ന് രണ്ടാം അക്വിനാസിനെ ഈ മഹാസമ്മേളനത്തിൽ, ഈ മനുഷ്യ മഹാസാഗരത്തിൽ വെച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.